പരാജയമില്ലാത്ത വിജയം. അതിനാണ് ഫലാഹ് എന്ന് പറയുക. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖദ് അഫ്ലഹൽ മുഅ്മിനൂൻ. വിശ്വാസികൾ വിജയിച്ചിരിക്കുന്നു. തീർച്ചയായും വിശ്വാസികൾ വിജയിച്ചിരിക്കുന്നു. വിജയിക്കാനുള്ള ആദ്യത്തെ വിഷയം ഈമാനാണ്. നേരത്തെ ഇവിടെ ഭാഷണം നടത്തിയപ്പോൾ ആദർശരംഗത്തെ വിവിധ വിഷയങ്ങളെ സംബന്ധിച്ച് നമ്മെ ബോധ്യപ്പെടുത്തി. അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പൂർണ്ണാർത്ഥത്തിൽ വിശ്വസിക്കാതെ സ്വഹാബത്ത് വിശ്വസിച്ചതുപോലെ, താബിഉകൾ വിശ്വസിച്ചതുപോലെ, തബഉ താബിഉകൾ വിശ്വസിച്ചതുപോലെ, ഔലിയാക്കൾ വിശ്വസിച്ചതുപോലെ വിശ്വസിക്കാതെ ഒരാളുടെ ഈമാനും പൂർണ്ണമാവുകയില്ല. അവരെല്ലാം എങ്ങനെ മുത്തുനബി തങ്ങളെ വിശ്വസിച്ചോ അങ്ങനെ തന്നെ വിശ്വസിക്കണം. സ്വഹാബിമാര് വിശ്വസിച്ച അള്ളാഹുവിന്റെ റസൂല് ഒരു സാധാരണ സന്ദേശവാഹകനാണോ? ഒരിക്കലും അല്ലേ അല്ല, ഒരിക്കലും അല്ലേ അല്ല. താബിഉകൾ വിശ്വസിച്ച റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു സാധാരണ സന്ദേശ പ്രബോധകനാണോ? ഒരിക്കലും അല്ലേ അല്ല. അവരൊക്കെ വിശ്വസിച്ചത്, അവരൊക്കെ ബഹുമാനിച്ചത്, അവരൊക്കെ ഉൾക്കൊണ്ടത് അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അല്ലാഹുവിന്റെ സൃഷ്ടികളിൽ ഏറ്റവും ബഹുമാനവും ഏറ്റവും സ്ഥാനവും ഏറ്റവും ബഹുമാനവും ഏറ്റവും ശ്രേഷ്ഠതയും നിറഞ്ഞ വ്യക്തിത്വമാണ്. അതുപോലെ ബഹുമാനമുള്ള, അതുപോലെ മഹത്വമുള്ള, അതുപോലെ ശ്രേഷ്ഠതയുള്ള ഒരൊറ്റ സൃഷ്ടിയും വേറെ ഇല്ല. സഹോദരങ്ങളെ, അർശിനേക്കാളും വലിയ ബഹുമാനം അർശിന്റെ മേലെ പേരെഴുതി വെക്കപ്പെട്ട സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കല്ലേ. ആ ബഹുമാനം കണക്കിലെടുത്തല്ലേ ആദം അലൈഹിസ്സലാത്തു വസ്സലാം അല്ലാഹുവിലേക്ക് തൗബയെ അപേക്ഷിച്ചത്. അന്തല്ലദീ ലമ്മാ തവസ്സല ആദമു മിൻ സല്ലത്തിൻ ബിക ഫാസ വഹുവ അബാക. ഇമാമുൽ ആലം അബൂ ഹനീഫ തങ്ങൾ പറഞ്ഞു, ഓ നബിയേ, എന്തൊരു മഹത്വമാണ് അങ്ങേക്ക് അല്ലാഹു നൽകിയിരിക്കുന്നത്. ആദം അലൈഹിസ്സലാത്തു വസ്സലാം അങ്ങേ വസീലയാക്കി അല്ലാഹുവിനോട് തൗബ ചോദിച്ചപ്പോൾ ആദം നബി അലൈഹിസ്സലാമിന്റെ തൗബ അല്ലാഹു സ്വീകരിച്ചു. ആദം നബി അലൈഹിസ്സലാമിന് വലിയ വിജയം കിട്ടി. എന്താണ് ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാം ചോദിച്ചത്? അല്ലാഹുമ്മ ഇന്നി അസ്അലുക ബിഹഖി മുഹമ്മദിൻ അൻ തഗ്ഫിറ ലീ. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മഹത്വം കൊണ്ട് എനിക്ക് നീ മാപ്പാക്കണേ അല്ലാഹ്. അല്ലാഹു തആല ചോദിച്ചു, ആദം നബിയേ, കൈഫ അറഫ്തഹു, ആ നബിയെ നിങ്ങൾക്ക് എങ്ങനെ മനസ്സിലായി? ഞാൻ ആ നബിയെ സൃഷ്ടിച്ചിട്ടില്ലല്ലോ. ആ നബിയുടെ നൂറൊക്കെ അല്ലാഹു സൃഷ്ടിച്ചിട്ടുണ്ട്. നിങ്ങളെ സൃഷ്ടിച്ചതുപോലെ ഈ രൂപഭാവത്തിൽ സൃഷ്ടിച്ചിട്ടില്ലല്ലോ. ആദം അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞു, അല്ലാഹുവേ, ഞാൻ അർശിന്റെ വാതിലേക്ക് നോക്കുമ്പോ അർശിന്റെ വാതിലിന്റെ മുകളിലായിട്ട് നിന്റെ ഇസ്മോട് ചേർന്നുകൊണ്ട് ഒരു ഇസ്മു മാത്രമാണ് എഴുതി വെച്ചിരിക്കുന്നത്. വേറെ ആരുടെയും പേരവിടെ എഴുതിയിട്ടില്ല. മലക്കുകളിൽ എത്രയോ വർഷങ്ങളായി, നൂറ്റാണ്ടുകളായി നിനക്ക് ഇബാദത്തിലായി കഴിയുന്ന ഒരൊറ്റ മലക്കിന്റെയും പേര് എഴുതിയിട്ടില്ല. അതിൽ തന്നെ സുജൂദിൽ മാത്രമായി കഴിയുന്നവരുണ്ട്, റുകൂഇൽ മാത്രമായി കഴിയുന്നവരുണ്ട്, ഖിയാമിൽ മാത്രമായി കഴിയുന്നവരുണ്ട്. നിന്റെ ജലാലത്തിന്റെ ഇസ്മിനോട് ചേർത്ത് എഴുതി വെച്ചിരിക്കുന്ന പേര് ഒന്നേ ഒന്ന് മാത്രമാണ്, മുഹമ്മദ്.
മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹ് എന്ന് പറയുന്ന നിന്റെ ഇസ്മിനോട് ചേർത്ത് എഴുതി വെച്ചിരിക്കുന്നത് വലിയ ബഹുമാനമുള്ള ഇസ്മാണെന്ന് ഞാൻ മനസ്സിലാക്കി. അല്ലാതെ നിന്റെ ഇസ്മിനോട് ചേർത്ത് എഴുതി വെക്കില്ലല്ലോ. നമുക്കെല്ലാവർക്കും ആ എഴുത്ത് നാളെ ആഖിറത്തിൽ വെച്ച് കാണാം. അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. ഇവിടെ എത്ര മണിമന്ദിരങ്ങളുണ്ട്, അതിന്റെ മുകളിലെല്ലാം ആരുടെ എല്ലാം പേര് എഴുതി വെക്കപ്പെട്ടിട്ടുണ്ട്. പക്ഷേ മായ്ക്കപ്പെടാത്ത രീതിയിൽ ഒരു പേര് കാണാം. നാളെ അർശിന്റെ ചുവട്ടിലല്ലേ മുഅ്മിനീങ്ങൾക്ക് അല്ലാഹു തണല് നൽകുന്നത്. ആ അർശിന്റെ മുകളിൽ അല്ലാഹുവിന്റെ ഇസ്മോടൊപ്പം എഴുതി വെച്ചിരിക്കുന്നത് മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നാമം മാത്രമാണ്. വേറെ ആരുടെയും ഇസ്മ എഴുതി വെച്ചിട്ടില്ല. അതുകൊണ്ട് അല്ലാഹുവേ, ആ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മഹത്വം കൊണ്ട് എനിക്ക് പൊറുക്കണേ അല്ലാ. ആദം അലൈഹിസ്സലാത്തു വസ്സലാം ചോദിച്ചപ്പോ സഹോദരങ്ങളെ, അല്ലാഹുവിന്റെ മറുപടി, ഓ ആദം നബിയെ, നിങ്ങൾക്ക് മാപ്പ് തന്നിരിക്കുന്നു, നിങ്ങളുടെ തൗബ സ്വീകരിച്ചിരിക്കുന്നു. ഒരു കാര്യം കൂടി പറയട്ടെ, ലൗലാഹു ലമാ ഖലഖതുക, ആ നബിയെ പടക്കാൻ നിശ്ചയമില്ലായിരുന്നുവെങ്കിൽ നിങ്ങളെ ഞാൻ സൃഷ്ടിക്കില്ലായിരുന്നു. ലോകം മുഴുക്കയും പടക്കാൻ അല്ലാഹു നിമിത്തമാക്കിയത് ആ ലോകത്തിലേക്ക് ലോകത്തിന്റെ നേതാവായ സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സൃഷ്ടിച്ച് സംവിധാനിച്ച് പടച്ചു വിടുന്നു എന്ന ഒറ്റ കാരണം കൊണ്ടാണ്. അപ്പൊ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആരാണ്? അഫ്ളലുൽ മഖ്ലൂഖാത്ത്, അല്ലാഹുവിന്റെ സൃഷ്ടിജാലങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠത നൽകപ്പെട്ട മഹാൻ അത് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. അങ്ങനെ വിശ്വസിക്കാൻ കഴിയണം മുഅ്മിനെ, അങ്ങനെ സ്വീകരിക്കാൻ കഴിയണം. ഏറ്റവും കൂടുതൽ ഇൽമു നൽകപ്പെട്ട നേതാവ് ആരാണ്? സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കാണ്. അതുകൊണ്ടല്ലേ അല്ലാഹു തആല ആ മഹത്വം എടുത്തു പറഞ്ഞത്, അലം നശ്റഹ് ലക സ്വദ്റക, ഓ നബിയേ, എല്ലാ തരം വിജ്ഞാനങ്ങളെ കൊണ്ടും അങ്ങയുടെ മനസ്സ് നമ്മൾ പ്രവിശാലമാക്കിയിട്ടില്ലയോ? ഏറ്റവും കൂടുതൽ അല്ലാഹുവിനെ അറിയുന്നത് ആർക്കാണ്? അഅലമുകും ബില്ലാഹി വഅത്ഖാകും ലില്ലാഹി അനാ. നിങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും അധികം അല്ലാഹുവിനെ അറിയുന്നത്, ഏറ്റവും അധികം അല്ലാഹുവിന് തഖ്വ ചെയ്യുന്നത് ഞാനാണ് കേട്ടോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പോലെ അല്ലാഹുവിനെ അറിയുന്ന ഒരു സൃഷ്ടി അല്ലാഹുവിന്റെ സൃഷ്ടികളിൽ വേറെ ഇല്ല. അല്ലാഹുവിന്റെ ഹബീബിന് ഇൽമു നൽകപ്പെട്ടതുപോലെ വേറൊരാൾക്കും അല്ലാഹു ഇൽമു നൽകിയിട്ടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് 23 വർഷക്കാലത്തിൽ എത്രയോ തവണ വന്നിട്ട് ഇൽമു പകർന്നു കൊടുത്ത ഗുരുനാഥനല്ലേ ജിബ്രീൽ അലൈഹിസ്സലാം. ആ ജിബ്രീൽ അലൈഹിസ്സലാമിന് നൽകപ്പെട്ട ഇൽമിനെക്കാളും അധികം അല്ലാഹുവിന്റെ റസൂലിന് നൽകപ്പെട്ടിട്ടുണ്ട്. ഇതൊക്കെ പറയുമ്പോ നിങ്ങൾ ചിന്തിക്കരുത്, ഓ പറഞ്ഞു ഉസ്താദ് കുറച്ച് ഓവറായി പോയല്ലോ. ഇല്ലല്ലല്ല, അങ്ങനെ നിങ്ങൾ ചിന്തിക്കുകയാണെങ്കിൽ സഹോദരങ്ങളെ, ഈമാൻ ഇല്ല. വെറുതെ ഒരു പേര് എന്ന് പറയാൻ മാത്രമേ ഉള്ളൂ. വിശ്വസിക്കേണ്ടത് അതിന്റെ കഴമ്പ് പോലെ അടിയുറച്ച് വിശ്വസിക്കണം. അതിലൊരു ചെറിയ മാറ്റം വന്നാൽ, ഒരു ചെറിയ വൈറസ് കയറിയാൽ, ഒരു പുഴുക്കുത്ത് ബാധിച്ചാൽ വിജയിക്കാൻ കഴിയില്ല. മരിക്കുമ്പോഴും ജയിക്കാൻ കഴിയില്ല, പരലോകത്തും ജയിക്കാൻ കഴിയില്ല, ഖബറിലും ജയിക്കാൻ കഴിയില്ല. ശരിക്കുള്ള ഈമാൻ വേണം. ഇമാം ഗസാലി റളിയല്ലാഹു അൻഹു പഠിപ്പിക്കുന്ന നോക്ക് നിങ്ങൾ. ഞാൻ ഈ ആശയം വെറുതെ പറഞ്ഞതല്ല. ഗസാലി ഇമാം റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, കേൾക്കുമ്പോ ആളുകൾക്ക് അറിവിന്റെ കുറവ് കൊണ്ട് തോന്നിപ്പോകും കുറച്ച് ഓവറായി പോയി. ഇല്ല,
ജിബ്രീൽ അലൈഹിസ്സലാമിനൊക്കെ ഒരു ബൗണ്ടറി ഇല്ലേ? ഉണ്ട്. ഏഴാൻ ആകാശത്തിന്റെ മുകളിൽ സിദ്റത്തുൽ മുൻതഹ എന്നുള്ളൊരു വൃക്ഷല്ലേ? ഇനി അതും ഇല്ലാന്ന് പറയോ? ഉണ്ട്. ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട്, ഇൻതഹാ സിദ്റത്തുൽ മഹ്വ ഇദ് യഗ്ഷ സിദ്റത മാ യഗ്ഷ ഇൻതഹാ ജന്നത്തുൽ മഅ്വ. സിദ്റത്തുൽ മുൻതഹ 7 ആകാശത്തിന്റെ ഒരു എൻഡാണ്, ഒരു അതിർത്തി. എന്താണ് ആ മുൻതഹ എന്ന് പറയുന്ന വാക്കിന്റെ അർത്ഥം? എന്താ? ഇലൈഹി യൻതഹി ഉലൂമുൽ മലായിക. മലക്കുകളുടെ ഇൽമൊക്കെ അവസാനിക്കുന്ന ഒരു കേന്ദ്രമാണ് അവിടെ. അവരൊക്കെ എത്തിയാൽ അവിടെ എത്തും. ജിബ്രീൽ അലൈഹിസ്സലാമിനോട് സിദ്റത്തുൽ മുൻതഹയിൽ നിന്ന് നബിയെ തങ്ങൾ ഒറ്റക്ക് അങ്ങോട്ട് പോകണം. റജബ് മാസത്തിലല്ലേ അത് പറഞ്ഞത്? തങ്ങൾ ഒറ്റക്ക്, ഇനി മുന്നോട്ട് ഒറ്റക്ക്. ജിബ്രീൽ അലൈഹിസ്സലാമിനോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, അല്ല ജിബ്രീൽ, ഞാൻ ഒറ്റക്ക് ഇതുവരെ എന്റെ യാത്രയിൽ നിങ്ങൾ എന്റെ കൂടെ ഗൈഡായിട്ടില്ലേ? അഹുനാ യുഫാരിഖുൽ ഖലീൽ വൽ ഖലീൽ, ഇവിടെ വെച്ച് നിങ്ങൾ എന്നെ വേർപിരിയുകയാണോ? നിങ്ങൾ എന്താ എന്റെ കൂടെ വരാത്തത്? ഓ നബിയേ, വമാ മിന്നാ ഇല്ലാ ലഹു മഖാമും മഅലൂം. ഞങ്ങൾ മലക്കുകൾക്കൊരു നിശ്ചിത സ്ഥലമുണ്ട്. ആ സ്ഥലത്തിന്റെ പരിധി വിട്ട് അങ്ങോട്ടോ ഇങ്ങോട്ടോ പോകാൻ ഞങ്ങൾക്ക് പറ്റില്ല. ഞാൻ തങ്ങളോടൊപ്പം വന്നാൽ എന്ത് സംഭവിക്കുന്നറിയോ? പിന്നെ ജിബ്രീൽ എന്ന് പറഞ്ഞ ഒരു സിട്ടി ഉണ്ടാകൂല. ഞാൻ തങ്ങളോടൊപ്പം വന്നാൽ ലഹതറഖ്തു മിൻ നൂർ, നൂറ് സ്വീകരിക്കാൻ കഴിയാതെ ഞാൻ കത്തിക്കരിഞ്ഞു പോകും. ഞാൻ കരിഞ്ഞു പോകും നബിയേ. പിന്നെ ജിബ്രീൽ എന്ന് പറയുന്ന ഒരു സംഗതി ഇല്ല. പിന്നെ എന്റെ കാര്യം കഴിഞ്ഞു പോയി. എനിക്ക് പെർമിഷൻ നൽകപ്പെട്ടത് ഇവിടേക്ക് വരെ മാത്രമാണ്. അള്ളാഹുവിന്റെ സൃഷ്ടിജാലങ്ങൾക്ക് മുഴുവനും പ്രവേശനം നൽകപ്പെടുന്നത് ഇതുവരെ മാത്രമാണ്. ഇവിടുന്ന് അങ്ങോട്ട് റബ്ബ് സുബ്ഹാനഹു വ തആല ആർക്കെങ്കിലും അനുവാദം നൽകിയിട്ടുണ്ടെങ്കിൽ അങ്ങേക്ക് മാത്രമാണ്. വേറെ ഒരാൾക്കും പെർമിഷൻ ഇല്ല നബിയേ. തങ്ങൾക്ക് മുമ്പ് ഒരാളും ഇവിടം വിട്ട് കിടന്നിട്ടില്ല. തങ്ങൾക്ക് ശേഷം ഒരാളും വിട്ട് കിടക്കാനില്ല. ഒന്നും പേടിക്കണ്ട നബിയേ, തങ്ങൾ മുന്നോട്ടങ്ങ് നീങ്ങിക്കോളൂ. ദനി തഖദ്ദം യാ ഹബീബി ലാ തഖഫ് അബ്ശിർ തുനാജി റബ്ബകൽ ഖയ്യൂമാ സല്ലു അലൈഹി വസല്ലിമു തസ്ലീമാ. എന്നെ വിട്ടേക്കു നബിയേ, അങ്ങോട്ട് മുന്നോട്ട് തങ്ങളങ്ങ് കുതിച്ചോളൂ. മുന്നോട്ട് തങ്ങൾ നടന്നോളൂ. തങ്ങൾ മുന്നോട്ട് ഗമിച്ചോളൂ. അള്ളാഹുവിനോട് ആ മുനാജാത്ത് നടത്തിക്കോളൂ നബിയേ. റബ്ബിനോട് മുനാജാത്ത് നടത്താൻ അള്ളാഹുവിന്റെ ഹദ്റത്തുൽ ഖുദ്സിയയിലേക്ക് അള്ളാഹു തങ്ങളെ ക്ഷണിച്ചിരിക്കുകയല്ലേ. തങ്ങള് നേരെ റബ്ബിനെ കണ്ട് സംഭാഷണം നടത്തിയിട്ട് തങ്ങള് ആ സന്തോഷം സ്വീകരിച്ചോളൂ നബിയേ. അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അല്ലാഹുവിന്റെ ഹദ്റത്തുൽ ഖുദ്സിയയിലെത്തി. അല്ലാഹുവിനോട് സംവദിച്ചു, അല്ലാഹുവിനോട് മുനാജാത്ത് നടത്തി. എന്തെല്ലാം ഇൽമുകളാണ് തങ്ങൾക്ക് അല്ലാഹു നൽകിയത്, കണക്കാക്കാൻ കഴിയുമോ? എഴുതി കണക്കാക്കാൻ കഴിയുമോ? പറഞ്ഞ് കണക്കാക്കാൻ കഴിയുമോ? അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയ ഇൽമിന്റെ സാഗരം ഇത്രയാണെന്ന് എഴുതാൻ ലോകത്തൊരു ആലിമിനും കഴിയില്ല. ഒരു മലക്കിനും അത് പറഞ്ഞു തീർക്കാനൊക്കില്ല. ജിബ്രീൽ അലൈഹിസ്സലാമിനോടൊന്നും സംവദിക്കാത്ത രീതിയിൽ അള്ളാഹുവിന്റെ ഹബീബിനോട് മാത്രം സംവദിച്ചത് നിങ്ങൾ വിചാരിച്ചു പോയോ? ഒരു നിസ്കാരം കൊടുക്കാൻ വേണ്ടി മാത്രം ക്ഷണിച്ചു വരുത്തിയതാണെന്ന് കരുതിപ്പോയോ? അല്ല. അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കല്ലേ ആ ഒരു ബഹുമാനം നൽകിയത്. എത്ര തവണ ചോദിച്ചു സഹോദരങ്ങളെ മൂസാ നബി അലൈഹിസ്സലാം, അള്ളാഹുവിനെ ഒന്ന് കാണാൻ.
ആഗ്രഹത്തോടെയല്ലേ ചോദിച്ചത്, അതീവ താല്പര്യത്തോടെയല്ലേ ചോദിച്ചത്. പക്ഷേ അള്ളാഹുവിന്റെ മറുപടി എന്താണ്? ലൻ തറാനീ, ഇവിടെ നിങ്ങൾ എന്നെ കാണൂല. ദുന്യവിയായ ജീവിതത്തില് അങ്ങനെ ഒരു കാഴ്ചക്ക് അല്ലാഹു തആല അനുവാദം കൊടുത്തിരിക്കുന്നത് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് മാത്രമല്ലേ? വലിയ സമാധാനമല്ലേ തങ്ങൾക്ക് അല്ലാഹു നൽകിയത്? ആ സമാധാനത്തിൽ ഏറ്റവും വലിയ സമാധാനം അവിടുത്തെ ഖൽബിനെ, അവിടുത്തെ സ്വദറിനെ അല്ലാഹുവിന്റെ മാരിഫത്ത് കൊണ്ട് അല്ലാഹു നിറച്ചു എന്നതല്ലേ? എത്രമാത്രം വലിയ ഇൽമാണ് നൽകപ്പെട്ടത്. ചില വിഷയങ്ങളൊക്കെ പറയുമ്പോ ജിബ്രീൽ അലൈഹിസ്സലാമിനോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് നിങ്ങൾ അത് ഓതുമ്പോഴേക്ക് എനിക്ക് കാര്യം മനസ്സിലായിട്ടുണ്ട് എന്ന് പറഞ്ഞത് ഹദീസിൽ കാണാം. വിശുദ്ധ ഖുർആനിൽ ആയത്തിന്റെ തലക്കെട്ടുകൾ കണ്ടിട്ടില്ലേ? കാഫ് ഹായ ഐൻ സ്വാദ് ഹാമീം ഐൻ സീൻ ഖാഫ്, ഇങ്ങനെ തുടങ്ങി കുറെ ഒരുപാട് സിറുകൾ, രഹസ്യങ്ങൾ ഒതുങ്ങിക്കിടക്കുന്ന ആയത്തിന്റെ തലക്കെട്ടുകൾ കണ്ടിട്ടില്ലേ? ആ ആയത്തുകൾ ഓതിക്കൊടുക്കുമ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ ജിബ്രീൽ അലൈഹിസ്സലാമിനോട് പറയണം എനിക്ക് മനസ്സിലായി എന്ന്. അപ്പൊ ജിബ്രീൽ അലൈഹിസ്സലാമിന്റെ ചോദ്യം, നബിയെ തങ്ങൾക്ക് മനസ്സിലായോ? മനസ്സിലായി. എനിക്കും അള്ളാഹുവിനും ഇടയിൽ മറ്റാർക്കും വെളിവാകാത്ത രഹസ്യ ഇൽമുകളുണ്ട്. അത് വെളിവാക്കപ്പെടൽ ആവശ്യമുള്ളത് മാത്രം വെളിവാക്കപ്പെട്ടാൽ മതിയല്ലോ. ആവശ്യമുള്ളതല്ലേ ആളുകൾക്ക് പറഞ്ഞു കൊടുക്കേണ്ടതുള്ളൂ. മനസ്സിലാക്കാൻ ആവശ്യമുള്ളതല്ലേ പറഞ്ഞു കൊടുക്കേണ്ടതുള്ളൂ. എല്ലാം പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമില്ല. ഇരിക്കട്ടെ, സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഇൽമിന്റെ ആഴം എത്രമാത്രം വലുതാണ്. അതുകൊണ്ടാണ് ഇമാം ബൂസൂരി റളിയല്ലാഹു അൻഹു പറഞ്ഞത്, അവിടുത്തെ ഇൽമിനെ ചെറുതായി മനസ്സിലാക്കരുത്. ഫഇന്നാ മിൻ ജൂദിക ദുനിയാ വളറതഹാ വമിൻ ഉലൂമിക ഇൽമൽ ലൗഹി വൽ ഖലമി. വമിൻ ഉലൂമിക, നബിയെ അങ്ങയുടെ ഇൽമിന്റെ ഒരു ഭാഗമാണ്, ഫുള്ളല്ല, അങ്ങയുടെ ഇൽമിന്റെ ഒരു ഭാഗമാണ്. ഇൽമുൽ ലൗഹി വൽ ഖലം, ലൗഹുൽ മഹ്ഫൂദിലെ ഇൽമും വൽ ഖലമി, ഖലമിന്റെ ഇൽമും. സഹോദരങ്ങളെ, ലൗഹുൽ മഹ്ഫൂദിൽ എന്തെല്ലാം ഇൽമുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, ഊതീതു ഇൽമൽ അവ്വലീന വൽ ആഖിരീൻ. പൂർവകാലത്ത് എത്ര മഹാന്മാര് കഴിഞ്ഞു പോയിട്ടുണ്ട്, അവരുടെ ഇൽമു മുഴുവനും എനിക്ക് നൽകപ്പെട്ടു പോയി. പിൽക്കാലത്ത് എത്ര ശാസ്ത്രജ്ഞന്മാര്, അറിവാളന്മാര് വരാനുണ്ട്, അവരുടെ ഇൽമും എനിക്ക് നൽകപ്പെട്ടു പോയി. തങ്ങള് പ്രവചിക്കാത്ത ഒരു ലോകത്തെ ശാസ്ത്ര സത്യങ്ങൾ ലോകത്ത് ഏതുണ്ട്? തങ്ങള് നമുക്ക് മനസ്സിലാക്കി തരാത്ത ശാസ്ത്ര ലോകത്തെ സത്യങ്ങൾ ലോകത്ത് വേറെയുണ്ട്. സാഹിത്യകാരന്മാർക്ക്, ശാസ്ത്രജ്ഞന്മാർക്ക് പിടുത്തം കിട്ടാത്ത യാഥാർത്ഥ്യങ്ങൾ വരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പ്രവചനങ്ങളിലുണ്ട്. ഇദശംസു കുവ്വിറത് വഇദൻ നുജൂമു കദറത് വഇദൽ ജിബാലു സുയ്യിറത് വഇദൽ ഇശാറു ഉത്തിലത് വഇദൽ ബിഹാറു സുജ്ജിറത് വഇദൽ ലുഹൂഷു ഹുശിറത്. ഒന്നാമത്തെ ഊത്ത് നടക്കുന്നതിന്റെ മുമ്പ് പ്രാപഞ്ചിക ലോകത്ത് നടക്കുന്ന 6 പ്രതിഭാസങ്ങളെ സംബന്ധിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നു. സൂര്യഗോളം ചുരുട്ടപ്പെടുന്നൊരു സമയം വരാനുണ്ട്. കത്തിക്കൊണ്ടിരിക്കുന്ന സൂര്യൻ പെട്ടെന്നങ്ങ് അണഞ്ഞു പോകും. വഇദൻ നുജൂമു കദറത്, രാത്രിയിലായാൽ നക്ഷത്രങ്ങൾ അതിന്റെ പ്രകാശരശ്മികൾ കെട്ട ശേഷം ഭൂമിയിലേക്ക് ഇങ്ങനെ കുതിർന്നു വീഴും. വഇദൽ ജിബാലു സുയ്യിറത്, ഭൂമിക്ക് ആണിക്കല്ലുകളായി അല്ലാഹു സൃഷ്ടിച്ചു വെച്ച പർവ്വതങ്ങൾ മുഴുവനും അതിന്റെ അടിവേരുകൾ പറിച്ചെടുത്ത് ഭൂമിയിലൂടെ പറപറക്കുന്നൊരു സമയം വരും. പർവ്വതങ്ങൾ
മുഴുവനും അങ്ങോട്ടും ഇങ്ങോട്ടും കൂട്ടിയോട്ടം നടത്തും. വഇദൽ ലുഹൂശു ഹുശിറത്, കാട്ടിലെ മൃഗങ്ങൾ മുഴുവനും നാട്ടിലേക്ക് വന്നു നിൽക്കും. ആനയും പുലിയും സിംഹവും ഒരുപാട് അക്രമജീവികളൊക്കെ വന്നു നിൽക്കും. പക്ഷേ ഒന്നിനും അക്രമത്തിന്റെ വാസനയില്ല, എല്ലാം ബേജാറിലാണ്. ഒരാൾ അങ്ങാടിയിൽ നിന്ന് വീട്ടിലേക്ക് വരുമ്പോ മുറ്റത്തൊരു ഭാഗത്ത് ആന നിൽക്കുന്നു, മറ്റൊരു ഭാഗത്ത് സിംഹം നിൽക്കുന്നു, വേറൊരു ഭാഗത്ത് പുലി നിൽക്കുന്നു, വിഷപ്പാമ്പുകൾ പലതും നിൽക്കുന്നു. ഒന്നും കടിക്കുന്നില്ല, ഒന്നും കുത്തുന്നില്ല, ഒന്നും ചവിട്ടുന്നില്ല. ആകാശലോകത്തും ഭൂമിയിലും ഉണ്ടായിത്തീരുന്ന അത്ഭുതങ്ങളെ പറ്റിയിട്ട് ഇവയും ഭയപ്പാടിലാണ്. പത്തും തികഞ്ഞു നിൽക്കുന്ന ഒട്ടകത്തെ ശ്രദ്ധിക്കാൻ ആളില്ലാത്തൊരു ഘട്ടം വന്നാൽ കൃത്യമായും മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞില്ലേ, ഖിയാമത്ത് നാളിന്റെ ചിത്രം ആർക്കെങ്കിലും അറിയാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ സൂറത്തുൽ തക്വീർ അവൻ ഓതിക്കൊള്ളട്ടെ. എണ്ണിയ ആദ്യത്തെ 6 ആയത്തുകളിലെ 6 ദൃഷ്ടാന്തങ്ങൾ അത് സംഭവിച്ചു കഴിയുമ്പോ ഒന്നാമത്തെ ഊത്ത് നടക്കുകയാണ്. ഒന്നാമത്തെ ഊത്തിന് ശേഷം പിന്നെ നടക്കുന്നതോ വഇദൻ നുഫൂസു സുവ്വിജത് വഇദൽ മൗഊദതു സുഇലത് ബിഅയ്യി ദംബിൻ ഖുതിലത് വഇദസ് സുഹുഫു നുശിറത് വഇദസ് സമാഉ കുശിതത് വഇദൽ ജഹീമു സുഇറത് വഇദൽ ജന്നതു ഉസിലിഫത്. 6 പിന്നെയും നടക്കുന്നു. പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾ നടക്കുന്നു. വ്യക്തമായി അതിന്റെ ചിത്രം ലോകത്ത് പഠിപ്പിച്ച നേതാവ് ആരാണ്? മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എത്രമാത്രം വലിയ ഇൽമാ മുത്തനബി തങ്ങൾക്ക് അല്ലാഹു നൽകിയത്. അത് ഉൾക്കൊള്ളാൻ മാത്രമുള്ള ഖൽബൊന്നും നമുക്കില്ല സഹോദരങ്ങളെ. പക്ഷെ അത് വിശ്വസിക്കണം നമ്മളെ ഖൽബ് കൊണ്ട്. ആ വിശ്വാസത്തിൽ ഒരു ചെറിയ മാറ്റം വന്നുകൂടാ. സർവ ബിദ്അത്തുകാർക്കും പറ്റിയ ഏറ്റവും വലിയ വിന അവിടെയാണ്. ബിദ്അത്തുകാർക്ക് പറ്റിയ ഏറ്റവും വലിയ കുഴപ്പം നിസ്കാരമില്ലാത്ത കുഴപ്പമല്ല, നോമ്പില്ലാത്തതല്ല, സക്കാത്ത് കൊടുക്കാത്തതല്ല, ഹജ്ജ് ചെയ്യാത്തതല്ല. ആദരവായ സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ യഥാർത്ഥ രൂപത്തിൽ വിശ്വസിക്കാൻ ഇന്ന് വരെ അവർക്ക് കഴിഞ്ഞിട്ടില്ല. അവിടെയാണ് അതിന്റെ പ്രശ്നം. ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹി എന്നൊരാൾ ചൊല്ലി എന്നുള്ളതല്ല ഈമാൻ. പക്ഷെ ആ മുഹമ്മദുർ റസൂലുള്ളാഹിയെ വിശ്വസിക്കേണ്ടതുപോലെ വിശ്വസിക്കണം. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വിശ്വസിക്കേണ്ടതുപോലെ വിശ്വസിക്കണം. എല്ലാ ഇൽമും നൽകപ്പെട്ടു എന്ന് പറയുമ്പോൾ നിങ്ങളൊന്ന് കൂട്ടി നോക്കൂ. 1000 വർഷം ജീവിച്ച മഹാനാണ് അബുൽ ബഷർ ആദം അലൈഹിസ്സലാത്തു വസ്സലാം. ഭൂമിയിൽ 1000 കൊല്ലം ജീവിച്ചിട്ടുണ്ട്. 1001 കൊല്ലം ജീവിച്ചിട്ടുണ്ട് ഹവ്വ ഉമ്മ റളിയല്ലാഹു അൻഹാ. 1000 കൊല്ലം ജീവിച്ച ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ഭാഷാ കഴിവ് എത്രയായിരുന്നു? മുഫസ്സിറുകൾ പറയുന്നു, ഖുർആൻ പണ്ഡിതന്മാർ പറയുന്നു, 1000 കൊല്ലം ജീവിച്ച ആദം അലൈഹിസ്സലാത്തു വസ്സലാമിന് 1000 ഭാഷ അറിയുമായിരുന്നു. ആ 1000 ഭാഷയും മുത്തുനബി തങ്ങൾക്ക് വശമുണ്ട്. നിങ്ങൾക്ക് എന്താ തോന്നുന്നില്ലാന്നോ? എല്ലാം ഉണ്ട്. അതുകൊണ്ടാ തങ്ങൾ ചുരുക്കി പറഞ്ഞത് ഊതീതു ഇൽമൽ അവ്വലീന വൽ ആഖിരീൻ. പൂർവികരുടെ ഇൽമ എനിക്ക് നൽകപ്പെട്ടിട്ടുണ്ട്. പൂർവികരെന്ന് പറഞ്ഞാൽ അതിൽ ഏറ്റവും വലിയ പൂർവികരിൽ മഹത്തുക്കൾ ആരാ? അമ്പിയാക്കളാണ്. അമ്പിയാക്കൾക്ക് നൽകപ്പെട്ട മുഴുവൻ ഇൽമും എനിക്ക് നൽകപ്പെട്ടിട്ടുണ്ട്. അത് വെറുതെ പറഞ്ഞല്ല സഹോദരങ്ങളെ. മദീനത്ത് എത്ര സംഭവങ്ങൾ അതിന് സാക്ഷിയുണ്ട്. ജൂതന്മാരിൽപ്പെട്ട ഒരു സഹോദരി, ഒരു പെണ്ണ് വ്യഭിചാര വിഷയത്തിൽ കുടുങ്ങി പിടിക്കപ്പെട്ടു. വിവാഹിതയായ പെണ്ണാണ്. അങ്ങനെ ഒരു പെണ്ണിനെ പിടിക്കപ്പെട്ടപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അടുത്ത് ഈ കേസ് എത്തുമെന്ന് കണ്ടപ്പോ തങ്ങളെടുത്ത് ഈ പ്രശ്നം എത്തിയാൽ എന്താ പ്രതിവിധി? വിവാഹിതയായ പെണ്ണല്ലേ, എറിഞ്ഞു കൊല്ലണം. സഹോദരങ്ങളെ, ജൂതന്മാരെ കൂട്ടത്തിൽപ്പെട്ട ഒരു പെണ്ണ്
വ്യഭിചാരം ചെയ്ത കുറ്റം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അറിഞ്ഞ് പിടിച്ചാൽ എന്ത് വരും? വിവാഹിതയായതുകൊണ്ട് നിയമം നടപ്പിലാക്കും. വിവാഹിതയാണെങ്കിൽ എന്താ പണി? എറിഞ്ഞു കൊല്ലണം. അതല്ലേ വിഷയം? എല്ലാവർക്കും ഒരേ നിയമല്ലേ? ആ നിയമം തന്നെയാണ് മദീനയിൽ എല്ലാവർക്കും നിയമം. തങ്ങൾ ആ നിയമം നടപ്പിലാക്കുമ്പോ ഇസ്ലാമിനോട് അംഗീകരിച്ചുകൊണ്ട് അംഗീകാരം പുലർത്തിയിട്ട് നിയമങ്ങളിലൊക്കെ സമ്മതിച്ചുകൊണ്ട് ജീവിക്കാം. പക്ഷേ ഇസ്ലാമിന്റെ വിശ്വാസമൊന്നുമില്ലെങ്കിലും പുറന്തരത്തിൽ ഇസ്ലാമിന്റെ ഈ കുറ്റകൃത്യങ്ങളിലുള്ള നീതിപൂർവകമായ നിയമങ്ങളൊക്കെ അവർക്കും ബാധകമാണ്, പാലിക്കേണ്ടി വരും. അപ്പൊ ജൂതന്മാരൊരു പണി ചെയ്തു. അവര് പറഞ്ഞു, തൗറാത്തില് അങ്ങനെ ഒരു നിയമല്ലാന്ന്. നിങ്ങൾ കേൾക്കുന്ന ഞാൻ ഒരു ഉദാഹരണം പറയാം. തൗറാത്തിൽ അങ്ങനെ നിയമല്ല. എങ്ങനെ നിയമം? ഇങ്ങനെ എറിഞ്ഞു കൊല്ലണം എന്നൊരു നിയമം തൗറാത്തിലില്ലാന്ന്. തൗറാത്ത് നന്നായി വശമുള്ള ഒരാളാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വഹാബിമാരിൽ അബ്ദുല്ലാഹി ഇബ്നു സലാം റളിയല്ലാഹു അൻഹു. തങ്ങളെ കൊണ്ട് വിശ്വസിക്കുന്നതിന് മുമ്പ് യഹൂദികളുടെ ഏറ്റവും വലിയ കണ്ട നേതാവ് എന്ന് പറയാം, അത്രയും വലിയ സ്ഥാനമുള്ള നേതാവായിരുന്നു അബ്ദുല്ലാഹി ഇബ്നു സലാം റളിയല്ലാഹു അൻഹു. അബ്ദുല്ലാഹി ഇബ്നു സലാം റളിയല്ലാഹു അൻഹു നേരത്തെ വിശ്വസിച്ചിട്ടുണ്ട്, പക്ഷേ പ്രഖ്യാപിക്കാൻ കുറച്ച് വൈകിയെന്ന് മാത്രം. മക്കയിൽ ഒരിക്കൽ വന്നപ്പോ അബ്ദുല്ലാഹി ഇബ്നു സലാം റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിളിച്ചിട്ട് ചോദിച്ചു, എന്നെ പറ്റിയുള്ള ആയത്ത് നിങ്ങൾ തൗറാത്തിൽ ഓതിയിട്ടില്ലേ? ഓതിയിട്ടുണ്ട്. തങ്ങൾ ചോദിക്ക, എന്നെ പറ്റിയുള്ള ആയത്ത് തൗറാത്തിൽ നിങ്ങൾ ഓതിയിട്ടില്ലേ? ഓതിയിട്ടുണ്ട്. നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ തൗറാത്തിൽ എന്നെ പറ്റി പറഞ്ഞ വിശേഷണങ്ങൾ? ഉണ്ട്. ഏതാ തൗറാത്തിൽ പറഞ്ഞത്? ഇന്നാ അർസൽനാക ഷാഹിദൻ വമുബശ്ശിറൻ വനദീറാ വദാഇയൻ ഇലല്ലാഹി ബിഇദ്നിഹി വസിറാജം മുനീറാ. അത് തൗറാത്തിലും പഠിപ്പിച്ചിട്ടുണ്ട്, ഇഞ്ചീലിലും പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. എല്ലാ ഗ്രന്ഥങ്ങളിലും അല്ലാഹു മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ വിശേഷണങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. അല്ലാഹുവിന്റെ റസൂലിന്റെ വിശേഷണം പറയാത്ത ഒരൊറ്റ കിതാബും ഇല്ല, ഒരൊറ്റ ഏടും ലോകത്തില്ല. മക്തൂബൻ ഇൻദഹും ഫിത്തൗറാത്തി വൽ ഇൻജീൽ. ഇൻജീലിലും തൗറാത്തിലും പ്രത്യേകം രേഖപ്പെടുത്തിയിട്ട് പഠിപ്പിക്കപ്പെട്ട നേതാവാണ് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നബിയെ, ആ ആയത്ത് തൗറാത്തിൽ ഞാൻ ഓതിയിട്ടുണ്ട്, ഞാൻ അങ്ങേ റസൂലായി അംഗീകരിച്ച് വിശ്വസിച്ചിട്ടുണ്ട് നബിയെ. പക്ഷേ എന്നെ അംഗീകരിക്കുന്ന ഗോത്രവിഭാഗം ഞാൻ ഈ വിശ്വസിച്ചു എന്നറിഞ്ഞാൽ അവർക്കുള്ള വൈരാഗ്യം കൊണ്ട് എന്നെ അവര് ബാക്കി വെക്കില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, നിങ്ങൾ നിങ്ങളെ ഈമാനും കൊണ്ട് നടന്നോളൂ. പരസ്യമായി പ്രഖ്യാപിക്കുന്ന ഒരു സന്ദർഭവും അവസരവും നിങ്ങൾക്ക് വരുമ്പോ അന്ന് നിങ്ങൾ പ്രഖ്യാപിച്ചാൽ മതി. മദീനയിലെത്തിയ ശേഷമാണ് അബ്ദുല്ലാഹി ഇബ്നു സലാം റളിയല്ലാഹു അൻഹു പരസ്യമായത് പ്രഖ്യാപിക്കുന്നത്. അപ്പോൾ തന്നെ കൂടെയുള്ള ജൂതന്മാര് എതിർത്തു. നീ നീചനാണ് എന്ന് പറഞ്ഞു, നിന്റെ ബാപ്പ വലിയ മോശപ്പെട്ട ആളാണ് എന്ന് പറഞ്ഞു. ഒരൊറ്റ കാരണത്തിനാലാണ് അവർ എതിർത്തത്. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അല്ലാഹുവിന്റെ റസൂലായി പ്രഖ്യാപിച്ച് അംഗീകരിച്ചത് അവർക്ക് സഹിച്ചില്ല. ഈ പെണ്ണിനെ എറിഞ്ഞു കൊല്ലുമെന്നായപ്പോ ജൂതന്മാര് പറഞ്ഞു, തൗറാത്തിൽ അങ്ങനെ ഒരു വിഷയം ഇല്ല, എറിഞ്ഞു കൊല്ലണമെന്നൊരു വിഷയം തൗറാത്തിലില്ല. തൗറാത്തിന്റെ കുറച്ചൊക്കെ ഭേദഗതി വരുത്തിയിട്ടുണ്ടെങ്കിലും മുഴുവനായും ഭേദഗതി ചെയ്യപ്പെടാത്ത ചില കോപ്പികൾ അന്നുണ്ട്. ആ കോപ്പി കൊണ്ടുവരാൻ പറഞ്ഞു. കോപ്പി കൊണ്ടുവന്നപ്പോ ആ എറിഞ്ഞു കൊല്ലണം എന്ന ഭാഗത്ത് കൈയിങ്ങനെ വെച്ചിട്ട് അപ്പുറവും ഇപ്പുറവും വായിച്ച് കേൾപ്പിച്ചു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക്. വായിച്ച് കഴിഞ്ഞ ഉടനെ തന്നെ തങ്ങൾ ചോദിച്ചു അബ്ദുല്ലാഹി ഇബ്നു സലാം തങ്ങളോട്, അബ്ദുല്ലാഹി ഇബ്നു സലാമേ, ആ വായിച്ചത് ശരിയാണോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് മഹാൻ പറഞ്ഞു, അല്ല നബിയെ, ശരിയല്ല. യഥാർത്ഥത്തിൽ അതിലുള്ളത് നിങ്ങൾക്കറിയുമോ? തങ്ങൾക്കറിയും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കറിയും അവർ കട്ട് വായിച്ചതാണ്. എന്നാ ഉള്ളതുപോലെ ഒന്ന് വായിച്ചു കൊടുക്കൂ. അബ്ദുല്ലാഹി ഇബ്നു സലാം റളിയല്ലാഹു അൻഹു ശരിയായ നിലക്ക് കൈ വെച്ച് പൊത്തിവെച്ച ഭാഗമടക്കം നിയമവശങ്ങൾ മൊത്തമായി വായിച്ചു കൊടുത്തപ്പോ എറിഞ്ഞു കൊല്ലണമെന്ന നിയമം അത് ഖുർആനിൽ മാത്രമുള്ളതല്ല,
ഖുർആനിന്റെ വിശദീകരണത്തിൽ മാത്രമുള്ളതല്ല, തൗറാത്തിലും ഉണ്ടെന്ന് അവര് സമ്മതിച്ചു പോയി. ശിക്ഷ നടപ്പിലാക്കപ്പെട്ടു. അബ്ദുല്ലാഹ് ഇബ്നു സലാം റളിയല്ലാഹു അൻഹു വായിച്ചു കൊടുത്തപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഇങ്ങനെയാണ് തൗറാത്തിലുള്ളത്. നിങ്ങൾ നേരത്തെ വായിച്ചത് കട്ടുവച്ചിട്ടല്ലയോ? തൗറാത്തിലുള്ളത് എങ്ങനെയാണെന്നും ഇഞ്ചീലിലുള്ളത് എങ്ങനെയാണെന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വസ്തുതാപരമായി അല്ലാഹു ഇൽമു നൽകിയിട്ടുണ്ട്. അപ്പൊ അവിടത്തേക്ക് നൽകിയ ഇൽമ്, അവിടത്തേക്ക് നൽകിയ ഷറഫ്, അവിടത്തേക്ക് നൽകിയ ബഹുമാനം അത് ചെറിയ ബഹുമാനമല്ല. ആ ബഹുമാനമാണ് സ്വഹാബത്ത് ഉൾക്കൊണ്ടത്. ആ ബഹുമാനമാണ് അവര് സ്വീകരിച്ചത്. അവര് സ്വീകരിച്ചതുപോലെ വിശ്വസിക്കാനാണ് അല്ലാഹുവിന്റെ കൽപ്പന. ആമിനൂ കമാ ആമനന്നാസ്. സ്വഹാബത്ത് എങ്ങനെ വിശ്വസിച്ചോ അങ്ങനെ നിങ്ങൾ വിശ്വസിക്കണം. അങ്ങനെ ആ സഹോദരങ്ങളെ അല്ലാഹു മുഅ്മിനീങ്ങളോട് കൽപ്പിച്ചിരിക്കുന്നത് അവരുടെ വിശ്വാസമാണ് അല്ലാഹു സർട്ടിഫൈ ചെയ്ത വിശ്വാസം. ഉലൈക ഹുമുൽ മുഅ്മിനൂന ഹഖ്ഖാ. അൻസാറുകളെയും മുഹാജിറുകളെയും പറ്റി പറഞ്ഞിട്ട് അല്ലാഹു പറഞ്ഞില്ലേ, ആരാണ് അൻസാറുകൾ, ആരാണ് മുഹാജിറുകൾ? ഉലൈക ഹുമുൽ മുഅ്മിനൂന ഹഖ്ഖാ. അവർ യഥാർത്ഥ മുഅ്മിനീങ്ങളാണ്, കറകളഞ്ഞ ഈമാൻ ഉള്ളവരാണ്. അവരെ ഈമാനാണ് യഥാർത്ഥ ഈമാൻ. ആ സ്വഹാബിമാരെന്താ വിശ്വസിച്ചിരുന്നത്? വഫാത്തിന് ശേഷം മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സഹായിക്കുമെന്നാണോ ഇല്ലാന്നാണോ വിശ്വസിച്ചിരുന്നത്? ഏകകണ്ഠമായി പറയാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹായിക്കുമെന്നാണ് അവർ വിശ്വസിച്ചിരുന്നത്. അതുകൊണ്ടാണ് തങ്ങളെ വഫാത്തിന് ശേഷം ഏറ്റവും ആദ്യം സഹാബിമാർ ഒരുമിച്ച് കൂടിയിട്ട് സംഘട്ടനം നടത്തിയത് ആർക്കെതിരെയാണെന്നറിയുമോ? കള്ളപ്രവാചകനായ മുസൈലിമത്തുൽ കദ്ദാബിന് നേരെയാണ്. മുസൈലിമത്തുൽ കദ്ദാബിനെ പ്രതിരോധിക്കുമ്പോ ഖാലിദ് ഇബ്നുൽ വലീദ് റളിയല്ലാഹു അൻഹുവിന്റെ നേതൃത്വത്തിലുള്ള സ്വഹാബിമാര് അന്ന് വിളിച്ചിരുന്ന മുദ്രാവാക്യം എന്താണ്? വാ മുഹമ്മദാ, ഓ മുഹമ്മദ് നബി തങ്ങളെ ഞങ്ങളെ സഹായിക്കണേ. കൊട്ടാരത്തിന്റെ ഉള്ളില് അശ്വഭടന്മാരുടെ വലിയ പ്രൊട്ടക്ഷനോടെ നിന്നിരുന്ന മുസൈലിമേ തൂത്തെറിയാൻ സ്വഹാബത്തിന് കരുത്തുണ്ടായില്ലേ? അല്ലാഹു സഹായം നൽകിയില്ലേ? വലിയ വിജയം നൽകിയില്ലേ? കള്ളപ്രവാചകന്റെ കഥ കഴിച്ചില്ലയോ? സ്വഹാബത്ത് വിളിച്ചിരുന്ന മുദ്രാവാക്യം അതല്ലായിരുന്നോ? അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഏറ്റവും അധികം ഇഷ്ടമുള്ള മഹാനല്ലേ അബൂബക്കർ സിദ്ദീഖ്. ആ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വഫാത്തായപ്പോ മദീന പള്ളിയിൽ വെച്ച് ജനാസ നിസ്കാരം കഴിഞ്ഞ് സ്വഹാബിമാര് എന്ത് ചെയ്യണമെന്ന് ആരോടാ ചോദിച്ചത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹുജ്റത്തു ഷരീഫയുടെ വാതിൽക്കൽ കൊണ്ടുപോയി വെച്ചിട്ട് പറഞ്ഞില്ലേ സ്വഹാബിമാര്, അബൂബക്കറിൻ ബിൽ ബാബി യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ അബൂബക്കർ റളിയല്ലാഹു അൻഹു വാതിൽക്കലുണ്ട്, ഞങ്ങൾ എന്തു ചെയ്യണം? സ്വഹാബത്ത് ചോദിച്ചപ്പോ അങ്ങനെ ചോദിക്കാൻ പാടില്ല എന്ന് ആരെങ്കിലും സംശയം ഉന്നയിച്ചോ? ചോദിച്ചത് തെറ്റായി എന്നും പറഞ്ഞ് കുറച്ചാൾക്കാർ ഇറങ്ങിപ്പോയോ? ഇല്ലല്ലോ. ഐക്യക്കണ്ടേനല്ലേ സ്വഹാബത്ത് വിളിക്കുന്നത്? അബൂബക്കറിൻ ബിൽ ബാബി യാ റസൂലല്ലാഹ്, അബൂബക്കർ റളിയല്ലാഹു അൻഹു വാതിൽക്കലുണ്ട്, എന്തു ചെയ്യണം നബിയേ? തങ്ങളുടെ അടുത്ത് ഞങ്ങൾ മറമാടണോ, അതല്ല ജന്നത്തുൽ ബഖീയിലേക്ക് മടക്കണോ? അവര് ചോദിക്കുന്നതിന്റെ അർത്ഥം അതാണ്. ഹുജ്റത്തു ഷരീഫയിൽ നിന്ന് മറുപടി വന്നില്ലേ, അദ്ഖിലുൽ ഹബീബ ഇലൽ ഹബീബ്, ലമ്മുൽ ഹബീബ ഇലൽ ഹബീബ്. എന്റെ സ്നേഹിതനായ അബൂബക്കർ
അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനെ എന്നിലേക്ക് ചേർത്തി വെക്കൂ. ആ മറുപടി കിട്ടിയ ശേഷമല്ലേ സ്വഹാബത്ത് അങ്ങനെ ഖബറടക്കിയത്. ഓ സഹോദരങ്ങളെ, സഹായം കിട്ടുമെന്നില്ലെങ്കിൽ സ്വഹാബത്ത് ചോദിക്കുമോ? ചോദിച്ചിട്ട് അവർക്ക് സഹായം കിട്ടിയോ? കിട്ടിയെന്നല്ലേ പഠിപ്പിക്കുന്നത്. ആ നിലക്കുള്ള ഈമാനാണ് സ്വഹാബത്ത് ലോകത്ത് വിശ്വസിച്ചത്, താബിയുകൾ ലോകത്ത് വിശ്വസിച്ചത്, തബഉ താബിയുകൾ ലോകത്ത് വിശ്വസിച്ചത്. ഇന്നുമുള്ള മുഅ്മിനീങ്ങൾ അതാ വിശ്വസിക്കുന്നത്. നിങ്ങൾ ഉംറക്ക് പോയിട്ടില്ലേ? ഹജ്ജിന് പോയിട്ടില്ലേ? 4 വരി ഇന്നും അവിടെ ഹുജ്റത്തു ശരീഫയിൽ എഴുതി വെച്ചിട്ടില്ലേ? യാ മൻ യഖൂമു മഖാമൽ ഹംദി മുൻഫരിദാ ലിൽ വാഹിദിൽ ഫർദി ലം യൂലദ് വലം യലിദി യാ മൻ തഫജ്ജറതിൽ അൻഹാറു നാബിഅതൻ മിൻ നിസ്ബഇഹി ഫറൗ വൽ ജയ്ശദൽ അദദി. സിയാറത്തിൽ വന്ന് സലാം പറയുന്ന ആളുകൾ നേരെ വിളിക്കുന്നത് ഓ നബിയേ. ആഖിറത്തിൽ മഖാമും മഹ്മൂദ് എന്ന വലിയ സ്ഥാനം നൽകപ്പെട്ടിട്ട് ആരാരും ഒന്ന് എഴുന്നേറ്റ് നിൽക്കാൻ ധൈര്യം കാണിക്കാത്ത ഘട്ടത്തിൽ ആർജവത്തോടെ നിൽക്കുന്ന നബിയേ, ആയിരക്കണക്കിന് ആളുകൾക്ക് വിരലുകൾക്കിടയിലൂടെ കുടിവെള്ളം നൽകിയിട്ട് ദാഹം അകറ്റിക്കൊടുത്ത നബിയേ, അവിടെ എഴുതി വെക്കപ്പെട്ടിരിക്കുന്നു മുഅ്മിനീങ്ങൾ ഇന്നും വിളിക്കുന്നു. ഓ സഹോദരങ്ങളെ, മൗലിദ് ചൊല്ലുമ്പോ യാ നബി സലാം അലൈക്കും, യാ റസൂൽ സലാം അലൈക്കും, യാ ഹബീബ് സലാം അലൈക്കും, സ്വലവാത്തുല്ലാഹി അലൈക്കും എന്ന് വിളിക്കുമ്പോ എല്ലാവരും വിളിക്കുന്നത് കൊണ്ട് ഞാനും വിളിക്കാണ് എന്ന് കരുതി വിളിക്കണ്ട. മനസ്സിൽ ഉറപ്പിച്ച് വിശ്വസിച്ച് വിളിച്ചോളൂ. ശരിയായ നിലക്കുള്ള തൗഹീദിന്റെ വിളിയാ വിളിക്കുന്നത്. ആശങ്കയോടെ വിളിക്കണ്ട, ഈമാന് പൂർത്തിയാകൂല. യഥാർത്ഥ വിജയം വേണോ? ഈമാന് കാമിലാകണം. ഖദ് അഫ്ലഹൽ മുഅ്മിനൂൻ. വിജയികളുടെ ഒന്നാമത്തെ സ്വഭാവം ഈമാനാണ്. ആർക്ക് മുന്നിലും പണയപ്പെടുത്താത്ത ഈമാൻ, ഭൗതികതക്ക് മുന്നിൽ പണയപ്പെട്ടു പോകാത്ത ഈമാൻ. ഭൗതികമായ സംഗതികൾ വന്നിട്ട് നമ്മുടെ ഈമാനിനെയും ഇഖ്ലാസിനെയും കാർന്നു തിന്നാൻ വരുമ്പോ ഈമാൻ പണയപ്പെടുത്തിക്കൂടാ. ഭൗതികന്മാര് വന്നിട്ട് വല വീശിയിട്ട് ബിദ്അത്തിലേക്ക് കൊണ്ടുപോയി ചാടിക്കുമ്പോ ഈമാന് നഷ്ടപ്പെടുത്തിക്കൂടാ. ശരിയായ നിലക്ക് ഇൽമു സ്വീകരിക്കണം. ശരിയായ നിലക്ക് ഇൽമു സ്വീകരിച്ചുകൊണ്ട് ഈമാനിനെ ഉറപ്പുള്ള ഈമാനാക്കി മാറ്റണം. നല്ല കുറ്റിയുറപ്പുള്ള ഈമാനാക്കി മാറ്റണം. അത്തരത്തിലുള്ള മുഅ്മിനീങ്ങൾക്കല്ലേ ഒറ്റക്ക് കിടക്കുന്ന മണ്ണറയില് ബഹുമാനപ്പെട്ട മുൻകർ നക്കീർ അലൈഹിസ്സലാത്തു വസ്സലാം ചോദിക്കുന്നൊരു ചോദ്യമുണ്ടല്ലോ, മാർക്കിടുന്നൊരു ചോദ്യം. ഇയാൾക്ക് വിജയം കൊടുക്കണോ പരാജയക്കാരുടെ ലിസ്റ്റിൽ പെടുത്തണോ എന്ന് മാർക്കിടുന്നൊരു ചോദ്യമുണ്ട്. എന്താണ് ആ ചോദ്യം? അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അങ്ങോട്ട് കാണിച്ചിട്ട് ചോദിക്കുന്നൊരു ചോദ്യമില്ലേ, മാ തഖൂലു ഫീ ഹാദർ റജുൽ. ഈ മഹാമനുഷ്യനെ പറ്റി, ഈ മഹാവ്യക്തിത്വത്തെ പറ്റി നിനക്കെന്ത് പറയാനുണ്ട്? ഇമാം ബുഖാരി തങ്ങൾ അടക്കമുള്ള മുഹദ്ദിസുകൾ ഉദ്ധരിച്ചില്ലേ, ഫഅമ്മൽ മുഅ്മിനു, യഥാർത്ഥ ഈമാനുള്ളവൻ. അവിടെ തന്നെ വഅമ്മൽ മൂഖിനു എന്നും കാണാം. ദൃഢവിശ്വാസി പറയും, വിശ്വാസം ഉറച്ചവൻ പറയും. എന്താണ് അവൻ പറയുന്നത്? നബിയുനല്ലദീ ജാഅനാ ബിൽ ബയ്യിനാതി വൽ ഹുദാ ഫആമന്നാ ബിഹി വത്തബഅനാ.
ഇതാരാണ് എന്നാണോ ചോദിക്കുന്നത്, ഞങ്ങളെ നബിയാണിത്. ഞങ്ങൾക്ക് സുവ്യക്തമായ തെളിവുകൾ കൊണ്ടുവന്ന് ദൃഷ്ടാന്തങ്ങൾ ഞങ്ങളിലേക്ക് തന്ന് ആ നബിയെ ഞങ്ങൾ വിശ്വസിച്ചു, പിൻപറ്റി ജീവിച്ചു. ഞങ്ങളെ നബിയാകുന്നു. അതേ സമയത്ത് ഈ ഒരു മറുപടി അങ്ങ് കിട്ടുമ്പോഴല്ലേ മലക്കുകൾ സന്തോഷത്തോടെ ഖബറാളിയോട് പറയുന്നത്, നീ ഇങ്ങനത്തെ മറുപടി പറയുന്നൊരു മുഅ്മിനാണെന്ന് ഞങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട്. അതുകൊണ്ടൊരു കാര്യം പറയട്ടെ, നൗമത്തുൽ അറൂസ്, ജീവിതത്തിലെ ഏറ്റവും സന്തോഷമുള്ള സാഹചര്യം നേരിടുന്ന വധൂവരന്മാര്, നവദമ്പതിമാര്, അവര് കിന്നാരം പറഞ്ഞ് സന്തോഷം പറഞ്ഞ് സമയം പോകുന്നതറിയാതെ വിശ്രമിക്കും പോലെ സന്തോഷിക്കും പോലെ നീ ഇവിടെ വിശ്രമിച്ചോ. നിനക്ക് കൂട്ടിന് നേരം പോക്കിന് കഥ പറയാൻ, നല്ലത് പറയാൻ കൂട്ടിന് ആള് വരാനുണ്ട്. സ്വാലിഹായ അമല് നല്ല രൂപത്തില്, കാണാൻ നല്ല ആനന്ദമുള്ള രൂപത്തില്, കണ്ടാൽ കണ്ണെടുക്കാത്ത ചൊറുചൊറുക്കില്, നല്ല വാസനയില്, നല്ല ഡ്രസ്സിങ്ങില് ഖബറാളിയുടെ സമീപത്ത് വന്നിട്ട് നേരം പോക്ക് നടത്തുമെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടില്ലേ? അവരിതാ ഇനിയും വരാനുണ്ട്. ഈ മുൻകർ നക്കീർ അലൈഹിസ്സലാത്തു വസ്സലാം വരുന്നതിന്റെ മുമ്പ് പേടിക്കണ്ട കേട്ടോ. നമുക്കിവിടെ നല്ലത് പറഞ്ഞിരിക്കാം എന്ന് പറഞ്ഞിട്ട് സന്തോഷം പറഞ്ഞ് തിരിച്ചുപോയ ആളാണ്. ചോദിക്കുന്ന ആളുകൾ വരും, അവര് പോയി കഴിഞ്ഞാൽ ഞാൻ ഇങ്ങോട്ട് വരും, നമുക്ക് സംസാരിച്ചിരിക്കാമെന്ന് നേരത്തെ പറഞ്ഞിട്ടില്ലേ? ആ പറഞ്ഞ ആള് വരാനുണ്ട്. നൗമത്തുൽ അറൂസ്, നവദമ്പതിമാര് വിശ്രമിക്കും പോലെ, അവര് കിന്നാരം പറഞ്ഞ് നേരം കളയും പോലെ സുഖത്തോടെ വിശ്രമിച്ചോ. ഇതിന്റെ ഒരു മറുപുറമുണ്ട്. അല്ലാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. ഫഅമ്മൽ ഫാജിറു വഅമ്മൽ കാഫിറു, അപ്പോൾ ദുർമാർഗി, സത്യനിഷേധി, വഅമ്മൽ മുർതാബ്. അവിടെ ഹദീസിൽ ഒരു വാചകം അങ്ങനെയാണ്, സംശയത്തോടെ ജീവിച്ചവൻ. ഓനെ സംശയം ഏത് വാത് കേട്ടിട്ടും നീങ്ങിയിട്ടില്ല. എത്ര വലിയ ആലിം പറഞ്ഞിടത്തോടും നീങ്ങിയിട്ടില്ല, എത്ര വലിയ സെയ്ദ് പറഞ്ഞിടത്തോടും നീങ്ങിയിട്ടില്ല. ഓൻ സംശയം തന്നെ. സംശയം ആരില്ല? സംശയം അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സംശയം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ച, ഇത്തിബാഅ് ചെയ്യണമെന്ന് പഠിപ്പിച്ച സ്വഹാബിമാരെ പറ്റി സംശയം. നഊദു ബില്ലാഹി മിൻ ദാലിക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രത്യേകം ബഹുമാനിക്കണമെന്ന് പറഞ്ഞ സാദാത്തുക്കളെ പറ്റി സംശയം. നഊദു ബില്ലാഹ്, അല്ലാഹു നമ്മളെ കാക്കട്ടെ. ഏത് വിഷയത്തിലും സംശയം, സംശയരോഗിയാണ്. അമ്മൽ മുനാഫിഖൂനുണ്ട് ഹദീസില്. ഈ ഐറ്റംസിലൊക്കെ ഉള്ള ആളുകൾ, മുനാഫിക്കിന് നിസ്കാരല്ലേ? നിസ്കാരമുണ്ട്. നോമ്പില്ലേ? നോമ്പുണ്ട്. ഹജ്ജില്ലേ? ഹജ്ജുണ്ട്. സക്കാത്തുണ്ട്. ഈമാനില്ല. അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. ഈമാനില്ല. ഒരു 10 സ്വലാത്തെല്ലാം വിളിച്ചു, ചുണ്ടനക്കൂല, അനക്കൂല. അവിടെ നിങ്ങൾ നമ്മളെ ഇന്ത്യ രാജ്യത്തിന്റെ പ്രതിജ്ഞയുള്ള ഒരു പാട്ട് പാടിയൊക്കെ, കുഴപ്പമുള്ള പാട്ട് എന്നല്ല, അതോ പാടും. പക്ഷെ ഒരു 10 സ്വലാത്തില് ചുണ്ടനക്കൂല. ആ ഇരുത്തായിരിക്കും. അനക്കോ ചുണ്ട്? അനക്കൂല. അവരല്ലേ സഹോദരങ്ങളെ ഏറ്റവും മഹത്തുള്ള സ്വലാത്തല്ലേ സ്വലാത്തുന്നാരിയ? സ്വലാത്തുന്നാരിയക്ക് നരകത്തുക്ക് പോകാനുള്ള സ്വലാത്ത് എന്ന് അർത്ഥം എഴുതി വെച്ചത് ലോകത്താരാ? ഹൈന്ദവരാ? ഒരിക്കലും അല്ല. അവരതിനെ ബഹുമാനിച്ചതാ. ക്രൈസ്തവരാണോ? അവരുമല്ല. മതമില്ലാത്തവരാണോ? അല്ല. മുനാഫിഖുകൾ, മുബത്തദിയുകൾ, അവരാണ് അങ്ങനെ വ്യാഖ്യാനിച്ചത്. സ്വലാത്തുന്നാരിയക്ക് അങ്ങനെ അർത്ഥം പറഞ്ഞത് ആരാ ലോകത്ത്? ആരോടാ എതിർപ്പ്? ലോകത്തുള്ള മുഅ്മിനീങ്ങൾ, മുസ്ലിങ്ങളും എല്ലാ മതവിഭാഗക്കാരും ബഹുമാനത്തോടെ കാണുന്ന ഒരു ദിനമാണ് റബീഉൽ അവ്വൽ 12. അല്ലേ? വലിയ ബഹുമാനല്ലേ അന്ന്? ലോകത്തിന്റെ നേതാവ് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പൂജാതരായ ദിവസമല്ലേ? എന്തൊരു സന്തോഷമുള്ള ദിവസമാണ്, എന്തൊരു ബറക്കത്തുള്ള സമയമാണ്. ആ സമയത്തിന്റെ ബറക്കത്തും ആ സമയത്തിന്റെ ബഹുമാനവും ഒക്കെ ഇടിച്ചു താഴ്ത്തുന്ന ആൾക്കാർ ആരാ സഹോദരങ്ങളെ? ഹൈന്ദവരാണോ? അല്ല. ഒരു ബഹുമാനിക്കല.
ക്രൈസ്തവരുമല്ല, മുബത്തദികൾ, മുനാഫിഖുകൾ. നേരെ ഒരു മാസം കഴിഞ്ഞാൽ കാണാം അവരെ വീട്ടിൽ കേക്ക് മുറിക്കുന്ന എന്താ, അതിന്റെ ചെറിയ മോന്റെ ബർത്ത്ഡേ എന്ന് പറയും. അപ്പൊ കണ്ടുകൂടാത്തത്, അവർക്ക് പറ്റാത്തത് ആരെ മാത്രമേ ഉള്ളൂ? ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മാത്രമേ പറ്റാത്തൂ. ആ സംശയരോഗി, ആ മുനാഫിഖ് അവനോട് ചോദിക്കും, മാ തഖൂലു ഫീ ഹാദർ റജുൽ. അവനിങ്ങനെ നോക്കിയിട്ട് ബേജാറായി പരിഭ്രമിച്ചിട്ട് അവന് പറയും, ആരാന്ന് ചോദിക്കുമ്പോ ഉത്തരം കിട്ടാതെ അവൻ പറയും, കുന്തു അഖൂലു മാ യഖൂലുൻ നാസ്. ജനങ്ങളൊക്കെ പലതും പറഞ്ഞിരുന്നു, അതേ രൂപഭാവം ഞാനും പറയുന്നു. എനിക്ക് കൃത്യമായ ആളെ അറിയൂല. മുഅ്മിനീങ്ങൾ ജീവിതത്തിൽ കാണണമെന്നില്ല ഇത് നമ്മുടെ നബിയാണെന്ന് പറയാൻ. ഈമാനും ഇത്തിബാഉം മതി. അതേ സമയത്ത് ഈമാനും ഇത്തിബാഉം ലെവലായി ഇല്ലാത്ത മുനാഫിഖ്, സംശയരോഗി, ഫാജിറായ മനുഷ്യൻ, കാഫിറായ മനുഷ്യൻ, അവനുണ്ടോ ഉത്തരം കിട്ടുന്നത്? അവന് പരിഭ്രമിക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, ഫയുദ്റബു ബിമഖാമിഅ മിൻ ഹദീദ്. ഇരുമ്പിന്റെ ദണ്ട് കൊണ്ടാണ് മലക്കുകൾ അവനെ അടിക്കുന്നത്. ഒരൊറ്റ അടി കിട്ടുമ്പോഴേക്ക് ഏഴാം ഭൂമിയിലേക്ക് പതിച്ചു പോകുന്നു. പിന്നെയും അവൻ മേലോട്ട് വരുന്നു. വീണ്ടും അവന് ശിക്ഷ തന്നെ. അവന്റെ ജീവിതത്തിന്റെ എല്ലാ ഗതിവിഗതികളും അതാ നിർണയിച്ചു പോയി. അവൻ നടന്നത് ശരിയാണോ അല്ലേ എന്ന് നിർണയം വന്നുപോയി. അതുകൊണ്ട് മുഅ്മിനീങ്ങളെ, മുത്തു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പദങ്ങളിൽ ശരിയായ വിശ്വാസം കേന്ദ്രീകരിക്കണം. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പദങ്ങളെ വിശ്വസിക്കാതെ ഒരു ഷഹാദത്ത് കലിമ ഇല്ലല്ലോ. തൗഹീദ്, തൗഹീദ് എന്ന് പറഞ്ഞാൽ എന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തൗഹീദ് എന്താണെന്ന് വിശദീകരിച്ച് പഠിപ്പിച്ചു കൊടുത്തപ്പോ വഫ്ദു അബ്ദുൽ ഖൈസിനോട് തങ്ങൾ പറഞ്ഞില്ലേ, അബ്ദുൽ ഖൈസ് നിവേദക സംഘം ഇതുപോലെ ഒരു റജബ് മാസത്തിലാണ് മുത്തുനബി തങ്ങളെ കാണാൻ വന്നത്. വന്നിട്ട് അവർ പറഞ്ഞു, അല്ലാഹുവിന്റെ റസൂലേ, എപ്പോഴും ഞങ്ങൾക്ക് ഇങ്ങോട്ട് വരാൻ പറ്റൂല, ഇത് റജബ് മാസമായതുകൊണ്ടാ ഞങ്ങൾ വന്നത്. ഞങ്ങൾക്കിടയിലും തങ്ങൾക്കിടയിലും അതാ 3 ഗോത്രക്കാരുണ്ട്. ഞങ്ങൾ മറ്റു സന്ദർഭങ്ങളിൽ ഇങ്ങോട്ട് വന്നാൽ ഇങ്ങോട്ട് എത്തൂല, അവര് ഞങ്ങളെ തടഞ്ഞു നിർത്തും. റജബ് മാസമാകുമ്പോ പിന്നെ തടയൂലല്ലോ, അതുകൊണ്ടാ ഞങ്ങൾ വന്നത്. അതുകൊണ്ട് ഞങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ പഠിപ്പിച്ചു തരണം. ഞങ്ങളെ പിന്നിൽ ഇങ്ങോട്ട് വരാത്ത ഒരുപാട് ആളുകളുണ്ട്, അവർക്ക് ഞങ്ങൾ പഠിപ്പിച്ചു കൊടുക്കാം. കുറെ കാര്യങ്ങൾ പഠിപ്പിച്ചതിൽ ആദ്യം തങ്ങൾ പഠിപ്പിച്ചത്, അതേ, നിങ്ങൾ അല്ലാഹുവിൽ മാത്രം വിശ്വസിക്കണം. എന്നിട്ട് ചോദിച്ചു, അതദ്റൂന മൽ ഈമാനു ബില്ലാഹി വഹദാ. അല്ലാഹുവിൽ മാത്രം വിശ്വസിക്കുക എന്ന് പറഞ്ഞാൽ എന്താന്ന് മനസ്സിലായോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഷഹാദത്തു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. രണ്ടും വിശ്വസിക്കുന്നതാണ് തൗഹീദാവുക. അല്ലാഹു അല്ലാതെ ആരാധനക്ക് അർഹനില്ലെന്ന് സാക്ഷ്യപ്പെടുത്തിയാൽ മാത്രം തൗഹീദാകൂല. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാകുന്ന ഞാൻ അല്ലാഹുവിന്റെ റസൂലാണെന്നും വിശ്വസിക്കണം. രണ്ട് വിശ്വാസവും കൂടുമ്പോഴേ തൗഹീദാകൂ. ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹ് രണ്ടും കൂടിയാണ് തൗഹീദ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് മാത്രം വിശ്വസിച്ചാൽ തൗഹീദാകുമോ? ഇല്ലേ, ഇല്ല. ലാ ഇലാഹ ഇല്ലല്ലാഹു എന്ന വിശ്വാസത്തിലേക്ക് എത്താൻ മുഹമ്മദുർ റസൂലുള്ളാഹി എന്നതല്ലേ ആദ്യം പഠിക്കേണ്ടത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പഠിച്ച ശേഷമല്ലേ അല്ലാഹുവിന്റെ തൗഹീദും അല്ലാഹുവിന്റെ ഏകത്വവും പഠിക്കുന്നത്. അതുകൊണ്ട് ഈമാനികമായ വിഷയത്തിൽ ഒരു ചെറിയ വിട്ടുവീഴ്ചക്ക് ഒരുങ്ങാൻ പാടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് ഈമാനിക വിഷയത്തിലാണ് ഏറ്റവും വലിയ ആരുറപ്പോടെ തങ്ങൾ ഉറച്ചു നിന്നത്. പ്രലോഭനങ്ങൾക്കും പ്രകോപനങ്ങൾക്കും തങ്ങളെ ഈമാന് കൈകിക്കളയാൻ കഴിഞ്ഞിട്ടില്ല. ഒരുപാട് ആളുകൾ അതിന് ശ്രമം നടത്തിയിട്ടുണ്ട്. വലീദ് ഇബ്നു മുഗീറ വന്നിട്ട് പറഞ്ഞില്ലേ ഒരു ദിവസം, അല്ല, നിങ്ങൾ
ഞങ്ങളെല്ലാവരും കൂടി ഒരു നേതാവായി പ്രഖ്യാപിക്കണോ എങ്കിൽ ഞങ്ങളെല്ലാ ആളുകളെയും വിളിച്ചങ്ങനെ പ്രഖ്യാപിക്കാം. നിങ്ങൾ ഈ പ്രബോധനത്തിൽ നിന്നൊന്ന് മാറ്റം വരുത്തണം. നിങ്ങൾ ഏറ്റവും വലിയ സമ്പന്നനാക്കി ഞങ്ങൾ പ്രഖ്യാപിക്കണോ? ഞങ്ങൾക്കിടയിലുള്ള സമ്പത്ത് മുഴുവനും തന്നിട്ട് നിങ്ങളെ വലിയ പ്രഭുവായി സമ്പന്നനായി പ്രഖ്യാപിക്കാം. ഞങ്ങളെ കൂട്ടത്തിൽ ഏറ്റവും വലിയ തരുണീമണിയെ നിങ്ങൾക്ക് വിവാഹം ചെയ്തു തന്നിട്ട് അങ്ങനെ ഒരു കുടുംബ ജീവിതം തരണോ? അതാണോ നിങ്ങൾ ആഗ്രഹിക്കുന്നത്? അങ്ങനെയും തരാം. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നതെല്ലാം ശരിക്ക് കേട്ട ശേഷം വലീദ് ഇബ്നു മുഗീറയോടും അതുപോലെ വന്ന ആളുകളോട് മൊത്തം പറഞ്ഞില്ലേ, നിങ്ങളിപ്പോൾ പറഞ്ഞ് നിങ്ങളെ കൊണ്ട് നടക്കുന്ന കാര്യമല്ലേ? എന്നാ നടക്കാത്ത ഒരു സംഗതി ഞാൻ പറയട്ടെ. വല്ലാഹി ലൗ വലഉ ശംസ ഫീ യമീനി വൽ ഖമറ ഫീ യസാരി വൽ കവാകിബ അമാമി, നിങ്ങൾക്കങ്ങനെ സാധിക്കുമെന്ന് സങ്കല്പിച്ചാലും എന്റെ വലത്തേ കയ്യിൽ സൂര്യനെ വെച്ച് തരാ നിങ്ങൾക്ക് കഴിയില്ല. ഇനി അങ്ങനെ ഒരു കഴിവുണ്ടായിട്ട് നിങ്ങൾ അങ്ങനെ വെച്ച് തന്നു എന്ന് കൂട്ടിക്കോളൂ. ഇടത്തേ കയ്യിൽ ഖമറിനെയും മുന്നിൽ സർവ്വ ഗാലക്സികളെയും നിർത്തി തന്നാൽ പോലും, അതുപോലെ ലക്ഷ്യങ്ങൾ നിങ്ങൾ സാധിപ്പിച്ചു തന്നാൽ പോലും വിശ്വാസത്തിൽ നിന്ന് പിറകോട്ടില്ല, ഒരിഞ്ച് മാറ്റമില്ല. അത് നിങ്ങൾ ഒരിക്കലും കരുതേണ്ടതില്ല. ഞാൻ ഏതെങ്കിലും ഒരു താല്പര്യത്തിന് വേണ്ടി വിശ്വസിച്ചതാണെന്ന് നിങ്ങൾ കരുതരുത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മോട് പഠിപ്പിക്കുന്നത് എന്താ സഹോദരങ്ങളെ? ഉറച്ച ഈമാൻ വേണം. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ച വിശ്വാസം അങ്ങനെയാണ്. നല്ല ഉറച്ച ഈമാൻ, തങ്ങൾ കൊണ്ടുവന്ന കാര്യങ്ങളൊക്കെ വിശ്വസിക്കണം. ഇതിനല്ലേ ഈമാൻ എന്ന് പറയാം, തസ്ദീഖുൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വിശ്വസിച്ച് അംഗീകരിക്കണം. അള്ളാഹുവിൽ നിന്ന് തങ്ങൾ കൊണ്ടുവന്ന കാര്യങ്ങളൊക്കെ അംഗീകരിക്കണം. സംശയത്തിന് വകയില്ലാതെ അംഗീകരിക്കണം. അള്ളാഹു ആ ഈമാൻ നമുക്ക് ഊട്ടിയുറപ്പിച്ച് നൽകുമാറാകട്ടെ. അത് അഫ്ലഹൽ മുഅ്മിനൂൻ. ആ മുഅ്മിനീങ്ങൾക്ക് അല്ലാഹു തആല പറയുന്ന രണ്ടാമത്തെ അടയാളം, വിശ്വാസികൾക്ക് വിജയികൾക്ക് അല്ലാഹു പറയുന്ന രണ്ടാമത്തെ സ്വഭാവം, അല്ലദീനഹും ഫീ സ്വലാത്തിഹിം ഖാശിഊൻ. അവർ നിർവഹിക്കുന്ന ഏറ്റവും നല്ല ആരാധനയാണ് നിസ്കാരം. നിസ്കാരത്തിൽ അവർ ഭക്തിയുള്ളവരാണ്. നിസ്കാരത്തിൽ ശരിയായ നിലക്ക് ഭക്തി സ്വീകരിക്കണം. നിസ്കാരത്തിൽ പൂർണ്ണമായ നിലക്ക് ഭക്തി സ്വീകരിക്കണം. സഹോദരങ്ങളെ, ഭക്തി ഖൽബ് കൊണ്ട് മാത്രമല്ല, അവയവങ്ങളെ കൊണ്ടും ഭക്തി വേണം. ശരീരത്തിന്റെ പ്രവർത്തനങ്ങളെ കൊണ്ട് ഭക്തി വേണം. ചിന്തകളെ കൊണ്ട് ഭക്തി വേണം. നല്ല രൂപഭാവങ്ങളിലാണ് നിസ്കാരം നിർവഹിക്കേണ്ടത്. നിസ്കാരത്തിലെ ഏറ്റവും കൂടുതലായി വേണ്ടത് ഖുശൂ ആണ്. ചില മഹാന്മാര് അഭിപ്രായപ്പെട്ടില്ലയോ, ഖുശൂ ഇല്ലാത്ത നിസ്കാരത്തിന് യാതൊരു ഫലവും ഇല്ല എന്ന്. പക്ഷേ ഖുശൂ സുന്നത്താണെങ്കിലും ഒരു പറ്റം പണ്ഡിതന്മാരത് ഷർത്താക്കി വെച്ചത് കാണാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഏറ്റവും ഭക്തിയോടെ നിർവഹിക്കുന്ന ഇബാദത്ത് നിസ്കാരം തന്നെ. ആയിഷ ബീവി റളിയല്ലാഹു അൻഹയോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വഭാവങ്ങൾ എങ്ങനെയാണെന്ന് വന്ന് ചോദിച്ചപ്പോ, നിങ്ങൾ ഖുർആൻ ഓതിയിട്ടില്ലേ എന്ന് ചോദിച്ചില്ലേ ആയിഷ റളിയല്ലാഹു അൻഹാ? ചോദ്യകർത്താവിനോട് ചോദിച്ചു, നിങ്ങൾ ഖുർആൻ ഓതാറില്ലേ? അതെ, ഞാൻ ഖുർആൻ ഓതാറുണ്ട്. ആ ഖുർആനിൽ പറഞ്ഞിട്ടുണ്ടല്ലോ തങ്ങളെ സ്വഭാവങ്ങള്. എന്നിട്ട് ആയിഷ റളിയല്ലാഹു അൻഹ ഓതിക്കൊടുത്തത് എന്താണ്? ഖദ് അഫ്ലഹൽ മുഅ്മിനൂൻ അല്ലദീന ഹും ഫീ സ്വലാത്തിഹിം ഖാശിഊൻ. തങ്ങളെ സ്വഭാവത്തിൽ ഒന്നാമതായി ഏറ്റവും മികച്ച സ്വഭാവം ഈമാനാണ്. പിന്നെ തങ്ങളെ സ്വഭാവത്തിൽ നമ്മൾ ഏറ്റവും നോക്കിക്കാണാൻ കഴിയുന്നത് നിസ്കാരത്തിലെ ഖുശൂആൻ. നമ്മളോട് എത്ര പറഞ്ഞാലും നമ്മൾ കേൾക്കൂല. ഭക്തി ഉണ്ടാകണമെന്ന അർത്ഥത്തിൽ ഒരു 5 മിനിറ്റ്, ഒരു 7 മിനിറ്റ് എങ്ങാനും കയ്യിൽ വെച്ചിരിക്കുന്ന ഉപകരണം ഓഫാക്കണം എന്ന് പറഞ്ഞാൽ നമ്മൾ അവിടെ മസാല മാറി. ഓഫാക്കണ്ട, വൈബ്രേഷൻ ആക്കിയാ മതി, സൈലന്റ് ആക്കിയാ മതി. വെളിച്ചം കാണുമ്പോഴേക്ക് കൽബടക്കം പറന്നു പോകൂലേ സഹോദരങ്ങളെ? നമ്മളെ കൽബ് അത്ര ചെറിയ ചിന്തയല്ലേ ഉള്ളൂ നമുക്ക്.
ചില ആളുകളൊക്കെ വെളിച്ചം കാണുന്നിടത്ത് 3 അനക്കായാലല്ലേ ബാത്തിലാകുമല്ലോ, അല്ലെങ്കിൽ കുഴപ്പമില്ലല്ലോ. ഒരു വര വരച്ചുകൊണ്ട് ഇപ്പൊ 3 ആകൂലല്ലോ, ഒരു വര വരയ്ക്കുക. എന്നിട്ട് ചെല്ലുന്ന ദിക്ർ ഉറക്കെ ചെല്ലിയാൽ മതിയല്ലോ. ആർക്കാ ചെല്ലുന്നത്? വിളിച്ച ആൾക്ക്, പടച്ച റബ്ബിനല്ല. സുജൂദിന്റെ സ്ഥാനത്ത് കിടക്കുന്ന ഉപകരണത്തിൽ ഒരു വര വരച്ചിട്ട് ഉറക്കെ തസ്ബീഹ് ചൊല്ലി കൊടുക്കുക, സുബ്ഹാന റബ്ബിയൽ അഅ്ലാ വബിഹംദിഹി. അപ്പൊ അലോന്ന് വിളിക്കുന്ന ആൾക്ക് മനസ്സിലാകും ഫുലാന് നിസ്കാരത്തിലാണ്. എത്ര പെട്ടെന്ന്, നല്ല സുഖല്ലേ. നിസ്കാരമൊക്കെ കഴിഞ്ഞില്ലേ? അതോടുകൂടെ കഴിഞ്ഞില്ലേ സഹോദരങ്ങളെ? ഒന്ന് ബട്ടളമർത്താൻ വേണ്ടി കൈ ഉയർത്തുമ്പോഴേക്ക് കഴിഞ്ഞില്ലേ സംഗതി? ഇനി ബാക്കിയുണ്ടാ? പള്ളികളായ പള്ളികളിൽ മുഴുവനും ആ ബോർഡ് കാണാത്ത ഒറ്റ പള്ളിയില്ല. എല്ലാ പള്ളിയിലും ഇല്ലേ? എല്ലാ പള്ളിയിലും. ആർക്കാണത്? ഇനിയൊരു തലമുറ വേറെ വരാണ്ടോ? നിങ്ങൾ നോക്കുകൊണ്ട് എത്ര ആള് ഓഫാക്കി വെക്കും. അപ്പൊ ആൾക്കാർ പറഞ്ഞ ആരെങ്കിലും മരിച്ചാലോ, ഓണാക്കി വെച്ചാൽ ആ മരിച്ചാൽ ഹയാത്താവൂ. ഇത് ഫോണാക്കി വെച്ചു, നാ മരിച്ചാല് ഹയാത്താവോ? മരിച്ചാൽ ഏതായാലും മരിച്ചില്ലേ, അത് അറിയണമെന്നല്ലേ നിസ്കാരത്തിൽ പറഞ്ഞിട്ട് ഓടാറൊന്നുമില്ല. നിസ്കാരം കഴിഞ്ഞിട്ടല്ലേ അറിയേണ്ടേ ഉള്ളൂ. എത്ര ശ്രദ്ധിക്കണം നിസ്കാരം. ഇപ്പൊ നിസ്കാരത്തിന് ഖുശൂ ഉള്ളതും കൂടി പോയിക്ക. ഈ കൊറോണ കഴിഞ്ഞപ്പോ ഇത് ആളുകളൊക്കെ നാട്ടിലൊക്കെ മുമ്പുണ്ടായല്ലോ, ഇപ്പൊ നാട്ടിൽ അറിയില്ല. മുമ്പൊക്കെ കബഡി മത്സരം ഉണ്ടായല്ലോ. കബഡി പറഞ്ഞാൽ അവിടെ അറിയില്ലേ? കബഡിക്ക് നിൽക്കുമ്പോലെ ആ സൊഫിൽ നിൽക്കുന്നത്. ഇത്ര വൃത്തിയുള്ള ഒരാള് അംഗസ്നാനം വരുത്തിയിട്ട് ഇങ്ങനെ നിർവഹിക്കുന്ന ഒരു ഇബാദത്ത് വേറുണ്ടോ? വേറൊരു ഇബാദത്ത് അതന്നെ ഖുർആന് മാന്തിയൂതാണ് തങ്ങൾ പറയണതാ. അതിൽപ്പെട്ട വേറൊന്നാണ്. അപ്പുറത്ത് ഖുർആൻ ഉണ്ടായിട്ട് അത് എടുക്കാൻ മടിയായിട്ട് നമ്മള് ഇതുകൊണ്ട് ഇതന്നെ മാതിനെ പറ്റിയാ തങ്ങൾ പാപ്പ പറഞ്ഞേ. ഒന്ന് ഊര പൊന്തിച്ചിട്ട് ഒരു മുസാഫ് എടുക്കാൻ മടിയായിട്ട്. നമ്മളെ ഇജ്തിഹാദ് എന്താ? ഉളു പോയാലും ഓതാലോ മാന്തിയാല്, അപ്പൊ സുഖതല്ലേ. മുസാഫ് എടുത്ത് വെച്ചൊന്ന് കയ്യിൽ വെച്ച് മടിയിൽ വെച്ചൊന്ന് നോക്കി ആ മുസാഫ് നമ്മളെ ശരീരത്തിലേക്ക് ഒന്ന് സ്പർശിച്ച് എന്തെല്ലാം ബഹുമാനുണ്ട് അതിന്, എന്തെല്ലാം കാവലുണ്ട് സഹോദരങ്ങളെ. മുസാഫുകളൊക്കെ പറയാണ്, ഞങ്ങളൊന്ന് മറിച്ചു നോക്കി അല്ലേ. ഇപ്പൊ ചില സ്ഥലങ്ങളിലൊക്കെ അല്ലാഹു തആല കാത്തു രക്ഷിക്കട്ടെ, ഇവിടെ ഉണ്ടോന്ന് എനിക്കറിയില്ല. ചില സ്ഥലങ്ങളിലൊക്കെ പഴയ പുസ്തകങ്ങൾ കൊടുക്കുന്ന കൂട്ടത്തിൽ മുസാഫുകളും കെട്ടിക്കൊടുത്ത ആക്രിക്കടയിലേക്ക് അല്ലാഹു നമ്മളെ കാത്തു രക്ഷിക്കട്ടെ. മുമ്പൊരു സ്ഥലത്ത് പൊട്ടിക്കാനുള്ള പടക്കം പൊതിഞ്ഞ പേപ്പറായിട്ട് മുസാഫിന്റെ പേപ്പർ വന്നു, മുസാഫിന്റെ പേജ്. ഇത്ര ഗുരുതരമായ ഒരു സംഗതി വേറുണ്ടോ? ഒരു പേജ് പറഞ്ഞു പോയ മുസാഫ് ആണെങ്കിലും ബെയിൻഡ് ചെയ്ത് ചട്ട കൊടുത്ത് സുരക്ഷിതമായി സൂക്ഷിക്കണം, ഓതണം അതില്. ഞാൻ പറഞ്ഞു വന്നത്, ഈ ഉപകരണം നമ്മളെ കയ്യിലുള്ളത് ഒന്ന് കഴിവിന്റെ പരമാവധി നമ്മളൊന്ന് ലെവലാക്കി ഒരു 5 മിനിറ്റെങ്കിലും നിസ്കരിക്കാണ് എന്നുള്ള ഒരു മനസ്സോടെ ഒന്നതിനോടൊരു ടച്ച് കുറക്കണം. എല്ലാ ശുഗലിൽ നിന്നും മാറുന്നതിനല്ലേ തക്ബീറത്തുൽ ഇഹ്റാം കൊണ്ട് നമ്മൾ തുടങ്ങുമ്പോഴേക്കന്നെ ബാക്കി എല്ലാ ശ്രദ്ധയിൽ നിന്നും മാറിയെന്നല്ലേ ആ തക്ബീർ അറിയിക്കുന്നത്. ബാക്കി എല്ലാത്തിൽ നിന്നും മാറി. നേരത്തെ എനിക്ക് ഹലാലായിരുന്ന പലതും എനിക്ക് ഹറാമായി എന്നറിയിക്കുന്ന തക്ബീർ അല്ലേ അല്ലാഹു അക്ബർ എന്ന് ചൊല്ലുന്ന തക്ബീർ. പിന്നെയും ആ ഹലാലായത് വലിച്ചെടുക്കാൻ പാടില്ല. തവാഫും നിസ്കാരവും തമ്മിലുള്ള മാറ്റം പറഞ്ഞപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറഞ്ഞില്ലേ, തവാഫ് നിസ്കാരത്തിന്റെ അതേ സ്ഥാനത്താണ്. തവാഫിനെ ഔറത്ത് മറക്കണ്ടേ? ഔറത്ത് മറക്കണം. ശുദ്ധി വേണ്ടേ? ശുദ്ധി വേണം. നജസൊന്ന് ശുദ്ധിയാകണ്ടേ? ശുദ്ധിയാകണം. പിന്നെ ഖിബിലക്കന്നല്ലേ ഇങ്ങനല്ലേ ഖിബിലന്നല്ലേ അവിടെ ഫുള്ള് വാച്ച് ചെയ്യുന്നത്. അതേ സമയത്ത് രണ്ടും വ്യത്യാസമുണ്ട്. ഇല്ലാ അന്നല്ലാഹ അഹല്ല ഫീഹിൽ കലാം. തവാഫില് അങ്ങോട്ടും ഇങ്ങോട്ടും വർത്താനം പറയാം, എന്തെങ്കിലും ആവശ്യങ്ങൾ ഉണ്ടെങ്കിലൊക്കെ പറയാ. നിസ്കാരത്തിനത് പറ്റുമോ? നിസ്കാരത്തിനത് പറ്റില്ലല്ലോ. ഒരാൾ ചോദിച്ചതിന് ഉത്തരമായിട്ട് മറ്റേയാള് ഒരൊറ്റ വാക്ക് നഅം എന്ന് പറഞ്ഞുപോയി. നഅം എന്നൊരു 3 അക്ഷരം, അറബി അക്ഷരം 3 അക്ഷരം പറഞ്ഞുപോയി. ഒരാൾ ചോദിച്ചതിന് ഉത്തരാണ്. എന്തായിരിക്കും അതിന്റെ ബാക്കി അവസ്ഥ? പിന്നെ നിസ്കാരം എടുക്കാറുണ്ടോ? ഒന്ന് അടുത്ത് നിൽക്കണം. കൊറോണയും മറ്റൊക്കെ പോകാനുള്ള ഒരു മാർഗം പറഞ്ഞ അടുത്ത് നിൽക്കണം.
ഇപ്പോഴും നമ്മളെ ആൾക്കാർ ജമാഅത്തൊന്നും കാമിലായി കിട്ടുന്ന രൂപത്തിയിട്ടില്ല. വിട്ടാ നിൽക്കുക. 2 റക്അത്ത് കഴിഞ്ഞാൽ 2 ഭാഗത്തും 2 ആളുകൾക്ക് നിൽക്കാനുള്ള വിശാലമായ സ്ഥലം. നിങ്ങൾ നോക്കോണ്ടി സൊഫിൽ അങ്ങനെ 1ാമത്തെ സൊഫുണ്ടെങ്കിൽ പിന്നെ 2ാമത്തെ സൊഫ് പൂർത്തിയാവില്ലല്ലോ, പിന്നെ ഒരു സൊഫും ബാക്കിലുള്ള പൂർത്തിയാവില്ലല്ലോ. ഞാൻ ആദ്യം തന്നെ എങ്ങനെ നിൽക്കും? ഇങ്ങനെ 2ാമത്തെ റക്അത്താവുമ്പോ എങ്ങനെ ആവും? 3ാമത്തെ റക്അത്താവുമ്പോ ആളെ ശരിക്കുള്ള നൃത്താകും, ഒരു ചാട് വിട്ടിട്ടുള്ള ശരിക്കുള്ള നൃത്തം. അപ്പൊ ഈ ഭാഗത്തും ഗ്യാപ്പ് വന്നു. അപ്പുറത്ത് നിൽക്കുന്ന ആളും ഇപ്പുറത്ത് നിൽക്കുന്ന ആളും അതേ ഗ്യാപ്പ് വന്നാൽ ഒരാളെ ഗ്യാപ്പ് ഇവിടെ, ഒരാളെ ഗ്യാപ്പ് ഇവിടെ. നിസ്കാരം ജമാഅത്ത് കാമിലാകൂല, പൂർണ്ണമാകൂല. നമ്മൾ ശ്രദ്ധിക്കണം. ഖുശൂ വരേണ്ട ഭാഗതാണ്. അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എത്ര അടുപ്പിച്ച സ്വഹാബത്തിനെ നിർത്തിയിരുന്നത്. ആ നയൊന്നും മാറിയിട്ടില്ല. നമ്മളെ നാട്ടിൽ അങ്ങനെ ഒരു പ്രശ്നമുള്ള ഘട്ടത്തിൽ ഒരു ചെറിയ ഒരു വിട്ടുവീഴ്ചക്ക് നമ്മൾ പറഞ്ഞിരുന്നു, കുറച്ചങ്ങൾ വിട്ടുകയും അതിൽ നിന്നൊക്കെ ഒരു മാറ്റം വന്ന് അല്ലാഹു തആല വലിയൊരു സലാമത്തൊക്കെ തന്നില്ലേ. പക്ഷെ എവിടെ സലാമത്തും എവിടെ ഒട്ടിയിട്ടുണ്ടെങ്കിലും നമ്മൾ ഒട്ടൂല, നിസ്കാരത്തിൽ ഒട്ടൂല. ബാക്കി എല്ലാ സ്ഥലത്തും ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിച്ചാലും, ഒരുമിച്ചിരുന്ന് എന്തെങ്കിലും കേട്ടാലും, ഒരുമിച്ചിരുന്നോട് ചായ കുടിച്ചാലൊക്കെ കുടിച്ചാലും അടുത്തടുത്ത് ശരിക്കും തോളോട് തോള് ചേർന്ന് ശരീരം ഒട്ടിയിട്ടാണെങ്കിലും നിസ്കരിക്കുന്നിടത്ത് മാത്രം അത് വേണ്ട സഹോദരങ്ങളെ. അത് ഖുശൂഇനെതിരാണ്. അല്ലദീനഹും ഫീ സ്വലാത്തിഹിം ഖാശിഊൻ. നിസ്കാരത്തിൽ നല്ല ഭക്തിപൂർവം നിസ്കരിക്കുന്ന നിസ്കാരം എത്രത്തോളം സഹോദരങ്ങളെ അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മുന്നിൽ വിരിതൂക്കിയിരുന്നു. ബഹുമാനപ്പെട്ട ബീവി ആയിഷ റളിയല്ലാഹു അൻഹ വീട്ടിന്റെ ഒരു ചുമരിന്റെ ഭാഗത്ത് ഒരു വിരി ഇങ്ങനെ തൂക്കിയിരുന്നു. നമ്മെപ്പോലെ കുമ്മായം തേച്ച് സിമന്റിടാത്ത ചുമരല്ലേ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ചുമര്. ശരിക്ക് മണ്ണിന്റെ കട്ടയും മണ്ണും ചേർത്ത് വെച്ച് ഫിറ്റ് ചെയ്ത ചുമരാണ്. കുമ്മായം തേച്ചിട്ടില്ല, സിമന്റ് അടിച്ചിട്ടില്ല, പൈന്റ് അടിച്ചിട്ടില്ല. ഒന്നും മറയായിക്കോട്ടെ എന്ന് കരുതിയിട്ട് ആരോ കൊണ്ടുവന്നു കൊടുത്തൊരു വിരി. ആ വിരി ഇങ്ങനെ ഒരു ഭാഗത്ത് തൂക്കിയപ്പോ കാണാൻ നല്ല ഭംഗിയുണ്ട്. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ആ വിരിയിൽ ചില ചിത്രങ്ങൾ കണ്ടില്ലേ, ആ ചിത്രങ്ങള് എന്റെ ശ്രദ്ധ മാറ്റി കളയുന്നുണ്ട് സുന്നത്ത് നിസ്കാരത്തില്. അതുകൊണ്ട് ഈ വിരി വേണ്ട. അപ്പൊ നമ്മളെ കൂട്ടത്തിൽ ഒരാള്, എനിക്ക് അങ്ങനെ ചിത്രങ്ങൾ കണ്ടാലൊന്നും ശ്രദ്ധ മാറൂല. ഇയാള് എവിടെ എത്തിപ്പോയി? എനിക്കങ്ങനെ ശ്രദ്ധ ഒന്നും മാറില്ല, എനിക്ക് ശ്രദ്ധ ഭയങ്കര റെഡി ആയിട്ട് കിട്ടും. അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളൊക്കെ അങ്ങനെ ചിന്ത മാറുന്ന രൂപം തങ്ങൾ പറഞ്ഞ ഇനി അതിന്റെ തായോട്ട് ആരും വാദിച്ചു വരണ്ട. അങ്ങനെ നിസ്കാരം കറാഹത്തായി പറഞ്ഞ സംഗതികളിൽ നിന്നൊക്കെ മാറണം. പള്ളിയും മറ്റും ഒക്കെ പുതുതായി ഉണ്ടാക്കുന്ന ആളുകൾ ശ്രദ്ധിക്കണം. അതുകൊണ്ടല്ലേ മഹാന്മാര് പറഞ്ഞത്, നിസ്കരിക്കാൻ വരുന്ന ആൾക്ക് അയാളെ നോട്ടം പോകുന്ന രീതിയിൽ എഴുത്തുകൾ, ആയത്തുകളാണെങ്കിലും ദിക്റുകളാണെങ്കിലും ഖിബില ഭാഗത്ത് എഴുതി പിടിപ്പിച്ച് വെച്ചേക്കരുത്. കാരണം 4 റക്അത്ത് കഴിഞ്ഞതിന്റെ ഇടയ്ക്ക് അത് വായിക്കലായിരിക്കും, പിന്നെ പണി ഉണ്ടാകും. എഴുതി വെച്ചേക്കരുത്. അതൊക്കെ നോട്ടം തെറ്റും, ശ്രദ്ധ മാറും, ഒക്കെ ഉണ്ടാകും, ഉപഭാവങ്ങളൊക്കെ മാറും. നിസ്കാരത്തിൽ നല്ല ഭക്തി സ്വീകരിക്കണം. എങ്ങനത്തെ ഭക്തി? മഹാന്മാരുടെ നിസ്കാരത്തെ പറ്റി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നിസ്കാരത്തെ പറ്റിയൊക്കെ പറയുമ്പോ, ഔലിയാക്കളുടെ നിസ്കാരത്തെ പറ്റിയൊക്കെ പറയുമ്പോ എന്തൊരു ശ്രദ്ധയാണ് അവരെ നിസ്കാരത്തിൽ. സുബ്ഹാനല്ലാഹ്, നിസ്കരിച്ചു കൊണ്ടിരിക്കുമ്പോ പുറം ലോകത്ത് നടക്കുന്ന സംഭവ വികാസങ്ങളിലേക്കൊന്നും മനസ്സ് തിരിയാത്ത നിസ്കാരം. ബാങ്ക് വിളിക്കുമ്പോഴേക്ക് ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞില്ലേ, മദീനത്തെ പള്ളിയിൽ നിന്ന് ബാങ്ക് മുഴങ്ങിയാൽ ഞങ്ങളൊക്കെ വട്ടമിട്ടിരുന്ന് സംസാരിക്കുകയായിരിക്കും. പക്ഷേ ബാങ്ക് കൊടുത്തു കഴിഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് പിന്നെ ഞങ്ങളെ പരിചയമില്ല. ഞങ്ങളെ തങ്ങൾക്കറിയാത്ത അവസ്ഥയാണ്. ബാങ്ക് കേൾക്കുമ്പോഴേക്ക് ശ്രദ്ധ മാറിപ്പോയി, നിസ്കാരത്തിലേക്ക് മറ്റു വിഷയങ്ങളിലേക്ക് മനസ്സ് മാറിപ്പോയി.
നിസ്കാരമൊക്കെ കഴിഞ്ഞ് വന്നിട്ടേ പിന്നെ ബാക്കി എന്തെങ്കിലും ഒന്ന് പറയാനിരിക്കൂ. ബാങ്ക് കേൾക്കുമ്പോഴേക്ക് നിറം മാറിപ്പോകുന്ന എത്ര മഹാന്മാരുണ്ട്. വുളു എടുക്കുമ്പോഴേക്ക് പേടിച്ച് വിറച്ചിട്ട് നിറം മാറ്റം സംഭവിക്കുന്ന എത്ര ആളുകളുണ്ട്. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിസ്കരിക്കുമ്പോ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അടക്കമുള്ള സ്വഹാബിമാര് പറഞ്ഞില്ലേ, തങ്ങളുടെ സ്വദറിന്റെ നെഞ്ചിന്റെ ഭാഗത്ത് നിന്ന് ഞങ്ങൾ കേൾക്കാറുണ്ട്, അസീസൻ കഅസീസിൽ മിർജലി. ചട്ടി അടുപ്പിന്റെ മുകളിൽ വെച്ചിട്ട് എണ്ണ ഒഴിച്ചിട്ട് അതിലിങ്ങനെ പതപതക്കുന്നൊരു ശബ്ദമില്ലേ, അതുപോലെ ഒരു ശബ്ദം അള്ളാഹുവിനോടുള്ള ഭക്തി കൊണ്ട് ഖൗഫ് കൊണ്ട് ഞങ്ങൾ കേൾക്കാറുണ്ട്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു നിസ്കരിക്കുമ്പോ അതേ മഹാനവറുകളുടെ ഉൾഭാഗത്ത് നിന്ന് ലിവർ കരിഞ്ഞ് മണക്കുന്ന വാസന പുറത്തേക്ക് വരാറുണ്ട്. സുബ്ഹാനല്ലാഹ്, അവരെ നിസ്കാരമൊക്കെ എത്ര വലിയ നിസ്കാരമാണ്. അതുകൊണ്ടല്ലേ നിസ്കാരം നന്നായി ശ്രദ്ധിക്കണം, നന്നായി പാലിക്കണം. വ ഇന്നഹാ ലകബീറ ഇല്ലാ അലൽ ഖാശിഈൻ. നിസ്കാരം വലിയ സംഗതിയാണ്, ലാഘവത്തോടെ നിർവഹിക്കേണ്ട ഒരു വിഷയം അല്ല. ഇല്ലാ അലൽ ഖാശിഈൻ. ഭക്തിയുള്ള ആളുകൾക്കൊഴികെ അവർക്ക് നിസ്കാരം വലിയ സന്തോഷമാണ്, നിസ്കാരം വലിയ താല്പര്യമാണ്. നിസ്കാരത്തിലുള്ള ഭക്തി അത് വലിയൊരു വിജയത്തിന്റെ അടയാളമാണ്. നല്ല ഭക്തി സ്വീകരിക്കണം. ഫർളും സുന്നത്തും പാലിക്കലാണ് ഈ ഭക്തിയുടെ പ്രധാനപ്പെട്ട മാധ്യമം. ഫർളുകളും സുന്നത്തുകളും ഷർത്തുകളും ഒക്കെ പാലിക്കുക, കറാഹത്തുകളും ഖിലാഫുൽ ഔലകളും ഒക്കെ ഒഴിവാക്കുക. അങ്ങനെ പാലിച്ചുകൊണ്ടുള്ള നിസ്കാരം നിർവഹിക്കാൻ അല്ലാഹു നമ്മെ സഹായിക്കുമാറാകട്ടെ. പുറം ലോകത്തേക്ക് ശ്രദ്ധ എത്താത്ത രീതിയിൽ ഭക്തിപൂർവം നിസ്കരിച്ച മഹാന്മാര് 1ഉം 2ഉം 10ഉമല്ലല്ലോ, ധാരാളം ആളുകളുണ്ട്. സുബ്ഹാനല്ലാഹ്, എത്ര ആളുകളുണ്ട്. അവരെ നിസ്കാരത്തിന്റെ ഭക്തി കണ്ടുകൊണ്ട് മാത്രം ആളുകൾ വിശുദ്ധ ദീനിലേക്ക് വന്നവരെത്രയുണ്ട്, ധാരാളം കാണാം. ഇത്രമാത്രം ഭക്തിയുള്ളൊരു ഇബാദത്തോ വല്ലാത്തൊരു ഇബാദത്താണ് ഇവരെ ഇബാദത്ത്. ഈ ഇബാദത്ത് പോലൊരു ഇബാദത്ത് വേറെ എവിടെയാണുള്ളത്? വേറെ എവിടെയും കാണാനൊക്കില്ല. നിസ്കാരത്തിൽ ഭക്തിയൊക്കെ പാലിച്ച് ജീവിക്കുന്ന മുഅ്മിൻ വല്ലദീനഹും അനിൽ ലഗ്വി മുഅ്രിദൂൻ. മൂന്നാമത്തെ സ്വഭാവം കണ്ടില്ലേ? വല്ലദീനഹും അനിൽ ലഗ്വി മുഅ്രിദൂൻ. എല്ലാ അനാവശ്യങ്ങളിൽ നിന്നും മുഖം തിരിഞ്ഞ് ജീവിക്കുന്നവരാണ്. ഒരൊറ്റ അനാവശ്യമായ ശബ്ദഘോഷത്തിന്റെ മുന്നിലും ആഘോഷത്തിന്റെ മുന്നിലും കൊട്ടിക്കൊരവയുടെ മുന്നിലും അത്തരത്തിൽ വിജയിക്കുന്ന ഒരാളെയും കാണാനൊക്കില്ല. അനാവശ്യ ശബ്ദഘോഷങ്ങൾ, അനാവശ്യമായ പരിപാടികൾ ഏതെല്ലാം ഭാഗങ്ങളിൽ ഏതെല്ലാം പേരിൽ നടക്കുന്നുണ്ട്. കുറ്റകരമായത് എന്ന് കൂട്ടിക്കോളൂ. വല്ലദീനഹും അനിൽ ലഗ്വി മുഅ്രിദൂൻ. അത്തരത്തിലുള്ള അനാവശ്യങ്ങളിലേക്കൊന്നും ശ്രദ്ധ കൊടുക്കാതെ, അവിടെ പോയി ആളാകാതെ, മുഖം തിരിഞ്ഞ് അവഗണനയോടെ അതൊന്നും ശ്രദ്ധിക്കാതെ ജീവിക്കുന്നവരാണ്. അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കുട്ടിക്കാലം മുതൽക്ക് സഹോദരങ്ങളെ മക്കയിൽ നടന്നിരുന്ന മുശ്രിക്കുകളുടെ ആഘോഷങ്ങളിൽ ഒരൊറ്റ ഒന്നിലും തങ്ങൾ സംബന്ധിക്കാൻ പോകൂല. ഒറ്റൊന്നിനും പോകൂല. നമ്മളിപ്പോ അതൊക്കെ ഹലാലാക്കി തുടങ്ങിയില്ലേ? ഞാനിപ്പോ അത് വിശദമായി പറയുന്നില്ല. നമുക്കിപ്പോ ഒക്കെ ഹലാലാണ്. നമുക്കൊക്കെ നമ്മൾ ആഘോഷമായി മാറാനാണ് നമുക്ക് താല്പര്യം, അല്ലേ? കുട്ടിക്കാലം മുതൽ അബൂ ത്വാലിബിന്റെ നിർബന്ധത്തിന് വഴങ്ങിയിട്ട് തങ്ങൾ ഒരു ദിവസം പോയി. ഇമാം സൈനി ദഹ്ലാൻ ഉദ്ധരിക്കുന്നത് കാണാം. അബൂ ത്വാലിബും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മറ്റു ബാപ്പമാരുടെ സഹോദരിമാരൊക്കെ വന്നിട്ട്
നിർബന്ധം പറഞ്ഞു ഇതിനേതായാലും വരണം. അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു എനിക്കങ്ങനെ വരാൻ പറ്റൂല, എന്നെ കൊണ്ട് കഴിയില്ല, നിങ്ങൾ നിർബന്ധിക്കരുത്, അല്ല വന്നേ പറ്റൂ എന്ന് പറഞ്ഞ് വാഹനത്തിൽ കയറ്റി കൊണ്ടുപോയി. ആ വലിയ പരിപാടി നടക്കുന്ന ആ വലിയ ബിൽഡിങ്ങിന്റെ ഉള്ളിലേക്ക് വാതിലിന്റെ ഭാഗത്ത് എത്തിയപ്പോഴേക്ക് തങ്ങൾക്ക് അങ്ങോട്ട് കടക്കാൻ കഴിയുന്നില്ല. തങ്ങൾ തിരിച്ചു. അബൂ ത്വാലിബ് ചോദിച്ചു എങ്ങോട്ടാ പോകുന്നു? ഞാൻ വീട്ടിലേക്ക് പോകാം. ഞാൻ പറഞ്ഞു എന്നെ കൊണ്ട് കഴിയില്ല. വാഹനത്തിൽ കയറി വീട്ടിൽ വന്നു. പിന്നാലെ വന്നു അബൂ ത്വാലിബ് എന്തേന്ന് ചോദിച്ചു. 3 പ്രാവശ്യം എന്റെ മുന്നിൽ ഒരാൾ പ്രത്യക്ഷപ്പെട്ടു. ശുഭ്രവസ്ത്രധാരിയായ ആൾ എന്നോട് പറഞ്ഞു ഒരടി മുന്നോട്ട് വെക്കരുത്, ഒരടി മുന്നോട്ട് വെക്കരുത്, തങ്ങളെ ഒരടി മുന്നോട്ട് വെക്കരുത്. ഞാൻ തിരിച്ചു. എത്രയാ തങ്ങൾക്ക് പ്രായം? 10 വയസ്സ് പ്രായമാണ്. തങ്ങൾ പറഞ്ഞില്ലേ ബുഗ്ലത്തിലയൽ ഔസാൻ, കുട്ടിക്കാലം മുതൽക്കേ സ്വനമുകൾ എനിക്ക് വെറുപ്പാണ്, മുശ്രിക്കുകളുടെ ആഘോഷങ്ങൾ എനിക്ക് വെറുപ്പാണ്. നമുക്ക് വെറുപ്പാണ്ടേ? നമുക്ക് ഇഷ്ടാകണ്ടി? തങ്ങൾക്ക് വെറുപ്പായത് നമുക്ക് ഇഷ്ടാകണ്ടി? ഒരുപാട് നേർച്ചകൾ നടക്കലുണ്ട് അവിടെ. ഒട്ടകങ്ങളെ അറുത്ത്, കുതിരകളെ അറുത്ത്, ആടുകളെ അറുത്ത് പലതരം നടക്കലുണ്ട്. ഒരൊറ്റ ഒന്നിലും സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ സംബന്ധിച്ചിട്ടില്ല. കല്യാണങ്ങൾക്ക് വരെ നോക്ക് നിങ്ങൾ. 2 തവണയാണ് തങ്ങൾക്ക് അങ്ങനെ ആഗ്രഹം തോന്നിയത്. 2ലും അല്ലാഹു തആല മടക്കി. അത് അന്ന് കുറച്ച് വയസ്സായിട്ട്, കുറച്ചൊക്കെ പ്രായമായിട്ടുണ്ട്, ഒരു 10-18 വയസ്സൊക്കെ ആയിട്ടുണ്ട്. അബൂ ത്വാലിബിനെ സഹായിക്കാൻ വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങൾ ആടിനെ മേയ്ക്കാൻ പോകും. അപ്പൊ ആടിനെ മേയ്ക്കാൻ നമ്മുടെ നാട് പോലെയല്ല, രാവും പകലും മേയ്ക്കണം. ആഴ്ചയിൽ ഏതെങ്കിലും 1-2 ദിവസങ്ങളാണ് വീട്ടിലേക്ക് കൊണ്ടുവന്ന് കെട്ടുക. എന്നിട്ട് വെള്ളമൊക്കെ കൊടുക്കും, ആ ആടുകളൊക്കെ നോക്കും, പരിപാലിക്ക് എണ്ണൊക്കെ എടുക്കും, വീണ്ടും തിരിച്ചേൽപ്പിക്കും. അങ്ങനെ ഒരു ദിവസം കൂടെ ആടിനെ മേയ്ക്കുന്ന ആളോട് തങ്ങൾ പറഞ്ഞു നിങ്ങൾ ഇന്ന് എന്റെ ആടിനും കൂടി ശ്രദ്ധിക്കണം, മക്കയിൽ ഒരു കല്യാണം നടക്കുന്നുണ്ട്, ഞാൻ അവിടെ ഒന്ന് പോയി നോക്കട്ടെ. എങ്ങനെ അന്നത്തെ കല്യാണം എന്ന് ചോദിച്ചാൽ ഒറ്റവാക്കിൽ പറഞ്ഞാൽ ഇന്ന് ചില നാട്ടിലൊക്കെ ഉള്ള കല്യാണം പോലെ എന്ന് പറയാം. ലഗ് കിട്ടും, ലക്കു ലഗാനില്ലാത്ത തങ്ങൾ പാപ്പ അതിന്റെ ശരിക്കുള്ള ഭാഷയെ പറഞ്ഞു, അല്ല ശരിയായ ഭാഷ. അങ്ങനെ ഇപ്പൊ അടുത്ത് കണ്ടില്ലേ നിങ്ങൾ? എവിടെയാണ്? കണ്ണൂർ. അല്ലാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. ഇതാ സഹോദരങ്ങളെ, എത്ര കേട്ടാലും അനുഭവിച്ചാലും നമ്മളെ സമൂഹം മനസ്സിലാക്കൂല എന്ന് പറഞ്ഞാൽ അനാവശ്യങ്ങൾക്ക് മാത്രം സമൂഹത്തിൽ ഒരു സൗന്ദര്യം. ആണും പെണ്ണും, പുതിയാപ്പിളയും പുതിയെണ്ണും വാതിൽക്കൽ വന്നിട്ട് വരുന്ന ആൾക്കാരൊക്കെ കൈ കൊടുത്ത് സ്വീകരിക്കാൻ. എന്ത് ഹറാം പറഞ്ഞ സംഗതി അത്! ആണിനും പെണ്ണിനും കൈ കൊടുക്കാൻ പുതിയാപ്പിളയും പുതിയെണ്ണും, നമ്മളെ രണ്ടാളും കൂടി കല്യാണമാണ്, നിങ്ങൾ കയറിയിരിക്കുന്നത്. ഇത്ര വെറുപ്പാകുന്ന ഒരു സംഗതി അത്രയും മോശമായിപ്പോയി. അതിലെ അനാചാരങ്ങൾ, അനാവശ്യങ്ങൾ പറയാതിരിക്കാൻ നല്ലത്. അർദ്ധനഗ്നകളായ പെൺകുട്ടികൾ പാട്ട് പാടിയിട്ട് അവരോടൊപ്പം മദ്യപാനികളായ ചെറുപ്പക്കാരും മറ്റും നൃത്തമാടുന്ന കല്യാണം. ഇന്നിപ്പോ അങ്ങനെ തന്നെയല്ലേ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? അപ്പൊ അങ്ങനത്തെ ഒരു കല്യാണത്തിലേക്കാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പോകുന്നത്. രാത്രിയാണ് അന്നത്തെ കാലത്ത് കല്യാണം. എന്നിട്ട് കേട്ടോളൂ, ഇനിയിപ്പോ നാളെ ഇത് പൗതി കേട്ടിട്ട് തങ്ങളെ പഴയ കാലത്ത് പൊയ്ക്കണെന്ന് പറയാൻ നിൽക്കണ്ട, ബാക്കിയോട് കേട്ടോളൂ. അങ്ങനെ തങ്ങൾ ഇങ്ങനെ പോരാണ്. ഈ കല്യാണത്തിനും മറ്റൊക്കെ എത്രയോ ദൂരത്ത് ശബ്ദം കേൾക്കാനാകുന്നതിന്റെ മുമ്പ് തന്നെ മരുഭൂമിയുടെ മരുപ്പറമ്പിൽ തങ്ങളെ അല്ലാഹു ഉറക്കിക്കിടത്തിപ്പോയി. പിറ്റേന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നേരം വെളുത്തിട്ട് സൂര്യനൊക്കെ ഉദിച്ചിട്ട് കൂട്ടുകാരന്റെ അടുത്തേക്ക് ചെന്നപ്പോ ചോദിച്ചു, എങ്ങനെയുണ്ട്, കല്യാണൊക്കെ ഉഷാറുണ്ടോ? അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, എന്നെ അല്ലാഹു കാത്തുരക്ഷിച്ചു, എന്നെ അങ്ങോട്ട് പോകാൻ വിട്ടില്ല. കല്യാണ സദസ് കാണണ്ടേ, ശബ്ദം കേൾക്കുന്നിടത്ത് എത്തിയപ്പോഴേക്ക് തന്നെ മരുഭൂമിയിൽ അല്ലാഹു എന്നെ ഉറക്കിക്കിടത്തി. നേരം വെളുത്തിട്ടാണ് പിന്നെ ഞാൻ ഉണർന്നത്. അങ്ങനത്തെ ഒരു സംഗതി കാണാൻ പോലും, സാക്ഷിയാകാൻ പോലും, കേൾക്കാൻ പോലും അല്ലാഹു തആല എനിക്ക് അവസരം തന്നിട്ടില്ല. നിങ്ങൾ നോക്ക് സഹോദരങ്ങളെ, കളി അന്നത്തെ കാലത്തുണ്ടോ? ഉണ്ട്. പക്ഷേ കളി കാണാൻ നിൽക്കുന്നവരല്ല അന്നത്തെ മഹാന്മാരായ സ്വഹാബിമാർ.
മദീനത്തെ ഒരു ഭാഗത്ത് കുറെ യഹൂദികളും മറ്റും കൂടിയിട്ടൊരു കളി നടത്തിക്കൊണ്ടിരിക്കുമ്പോ അതിന്റെ പരിസരത്തുകൂടെ വാഹനം ഓടിച്ചു പോകുന്ന മഹാൻ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് ഒന്ന് വാഹനം നിർത്തിയിട്ട് എന്താ കളി എന്നൊരു നോട്ടം കൂടി നോക്കാതെ വാഹനം ഓടിച്ച് ഒറ്റ പോക്കങ്ങ് പോയി. അതാണ് മുഅ്രിളൂ എന്ന് പറഞ്ഞത്. മനസ്സിലായോ? ഒരു നോട്ടം പോലും നോക്കരുത്, നെവർ മൈൻഡ് ആക്കിയിട്ട് ഓടണം. പിറ്റേന്ന് രാവിലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിന്റെ റിസൾട്ട് പറഞ്ഞു. ഇൻ അസ്ബഹ ഇബ്നു മസ്ഊദ് ലകരീമാ. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ഇന്ന് നേരം പുലർന്നത് നല്ല മാന്യതയുള്ള മഹാനായിട്ടാണ്. അപ്പൊ എന്തേ കാരണം എന്ന് ചോദിച്ചപ്പോ പറഞ്ഞു കൊടുത്തു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, ഇന്നലെ അവിടെ അങ്ങനെ ഒരു കുറച്ച് പിറച്ചക്കന്മാർ കൂടിയിട്ട് കളിക്കുന്ന കളിയിൽ ഒരു മിനിറ്റ് പോലും ഒന്നും നോക്കാൻ പോലും നിന്നില്ലല്ലോ, വാഹനം ഓടിച്ചു പോയി. നമ്മൾ എവിടെന്നെങ്കിലും ഒരു പൊട്ടൽ കേട്ടാ മതിലേ ഓടിപ്പോയിട്ട് അവിടെ തപസ്സിരിക്കാൻ അല്ലെ? എവിടെങ്കിലും ഒരു ബോർഡ് ഇങ്ങനെ പതുക്കെ ഒരു കീറിയ ബോർഡ് വന്നാ മതി നമ്മളെ സാന്നിധ്യം കൊണ്ട് അവിടെ അറിയിക്കാൻ. അല്ലാഹു അല്ലാഹ് വല്ലദീന ഹും അനിൽ ലഗ്വി മുഅ്രിദൂൻ. കളിക്കന്നെ ഇസ്ലാമിലൊരു പരിധിയുണ്ട്. പ്രായപൂർത്തിയെത്തുന്നവരെ ചെറുപ്പക്കാരായ ആളുകൾക്ക് ഒരു കളി അനുവദനീയമാണ്. അതിന് ശേഷമുള്ള കളി ഉണ്ട്. രണ്ട് തരം കളി പറയുന്നുണ്ട് ഖുർആനിൽ. ലഹുവും പറയുന്നുണ്ട്, ലഇബും പറയുന്നുണ്ട്. അല്ലെ? ലഇബും ലഹുവും രണ്ടും ഒന്നാണെന്ന് കരുതരുത്. ലഇബ് അതാണ് കുട്ടികളെ കളി. ലഹുവ് അത് പ്രായവും പക്വതൊക്കെ ആയിട്ട് പിന്നെയും കളിക്കന്നെ ആ കളി. അത് ഹറാമാണ്. പിന്നെ കാര്യബോധത്തിലേക്കാണ് ജീവിതം നീങ്ങേണ്ടത്. അത് കുറഞ്ഞ കാലേ ദുനിയാവുള്ളൂ. അനാവശ്യങ്ങൾ, സിനിമകൾ, നാടകങ്ങൾ പറഞ്ഞാ തീരോ? അനാവശ്യങ്ങൾ എത്രയുള്ളത്, എന്തെല്ലാണ്ട്. വല്ലദീന ഹും അനിൽ ലഗ്വി മുഅ്രിദൂൻ. ഒരു അനാവശ്യത്തിലേക്കും ശ്രദ്ധിക്കാതെ, അതിലേക്കൊന്നും ചെവി കൊടുക്കാതെ, അതിൻ്റെ ഒന്നും ആളുകളായി മാറാതെ, തലവന്മാരായി മാറാതെ മുഖം തിരിഞ്ഞ് ജീവിക്കണം. അനാവശ്യങ്ങൾ ഒരു ഭാഗത്ത് സ്വീകരിച്ച് മറ്റൊരു ഭാഗത്ത് നിസ്കാരവും ഇങ്ങനെ മുസ്ലിനും മുസ്ലിമാന്നൊക്കെ പറഞ്ഞാൽ സ്വഭാവം ശരിയാകൂല. നല്ല നിലക്ക് ഇഖ്ലാസോടെ നിസ്കരിക്കുന്ന ആളാണോ നീ? അനാവശ്യങ്ങൾ നിന്റെ മനസ്സിൽ സ്ഥാനം പിടിക്കാൻ പാടില്ല. നിന്റെ കണ്ണിലതിന് സൗന്ദര്യം തോന്നാൻ പാടില്ല. പ്രിയപ്പെട്ട പെങ്ങളെ, അനാവശ്യമായ ഒരു സംഗതിയിലേക്കും നിന്റെ കണ്ണും കാതും കൽബും കൊടുക്കല്ല. അനാവശ്യങ്ങൾ നമ്മളെ കണ്ണിന് രസമായി തോന്നിയാൽ, നമ്മളെ കൽബിനത് സുഖമായി തോന്നിയാൽ, പിന്നെ അതിന്റെ ചിത്രങ്ങളല്ലേ നമ്മളെ മനസ്സിൽ പതിയുന്നത്. എന്ത് നമ്മൾ ചൊല്ലുമ്പോഴും അതിന്റെ ചിത്രങ്ങളാണ്, എന്ത് ദ്വാരക്കുമ്പോൾ അതിന്റെ രൂപങ്ങളാ വരുന്നത്. അത് വലിയ ബുദ്ധിമുട്ടാകുന്ന സംഗതി തന്നെ. അത്തരത്തിലുള്ള അനാവശ്യങ്ങളിലേക്കൊന്നും പോകാതെ തിരിഞ്ഞു കളയേണ്ടവരാണ് യഥാർത്ഥ മുഅ്മിനീങ്ങൾ, വിജയികൾ. വല്ലദീനഹും ലിസ്സകാത്തി ഫാഇലൂൻ. അതേ, ആത്മസംസ്കരണം ഉണ്ടാക്കുന്ന പ്രവർത്തനങ്ങൾ എന്തെല്ലാമുണ്ടോ അത് കൃത്യമായും നിർവഹിക്കുന്നവരാണ്. ആത്മസംസ്കരണത്തിന്റെ വലിയൊരു അമലാണ് തുടക്കത്തിൽ പറഞ്ഞ നിസ്കാരം. പോരാ, ദിക്ർ അതിന്റെ മറ്റൊരു അമലാണ്. ഖുർആനോത്ത് വേറൊരു അമലാണ്. ദുആ വേറൊരു അമലാണ്. മൗലിദും മദ്ഹും വേറെ അമലാണ്. മഹാന്മാരുടെ മസാറുകൾ സന്ദർശിക്കൽ വേറെ അമലാണ്. സിയാറത്തുൽ ഖുബൂർ പുരുഷന്മാർ ഇടക്കിടക്ക് നടത്തിക്കൊണ്ടിരിക്കണം. നിബന്ധനകൾക്ക് വിധേയമായിട്ട് മാത്രം സഹോദരിമാരും നടത്തിക്കൊണ്ടിരിക്കണം. ആഖിറത്തിലേക്ക് നമ്മുടെ മനസ്സിനെ അടുപ്പിക്കാൻ, നമ്മളെ മനസ്സിന് നല്ല ചിന്ത വരാൻ സിയാറത്തിന് വലിയ സഹായം ഉണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത് അങ്ങനെയല്ലേ? ഫഇന്നഹാ തുസഖിദുകും ഫിദ്ദുനിയാ വതുറഗിബുകും ഫിൽ ആഖിറ. ഖബർ സിയാറത്ത് ദുനിയാവിൽ നിങ്ങളെ ത്യാഗികളാക്കും. പലതും വേണ്ട 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 എന്നൊരു തീരുമാനം മനസ്സിലുണ്ടാക്കി തരും. ഖബർ സിയാറത്ത് ചെയ്യുമ്പോ ഇങ്ങനെയൊക്കെ മതി, ഇനി അധികം വേണ്ട, മറ്റൊന്ന് വേണ്ട, അത് വേണ്ട, ജീവിതം
ജീവിതമതാ പരിമിതപ്പെടുത്തപ്പെട്ടു പോയി. വതുറഗിബുകും ഫിൽ ആഖിറ, പരലോകത്ത് നിങ്ങളെ ആഗ്രഹിപ്പിക്കും. പരലോക ജീവിതം കിട്ടാൻ, പരലോക ജീവിതം നന്നാകാൻ വലിയ ആഗ്രഹം, വലിയ താല്പര്യം വരും. ആത്മസംസ്കരണം ഉണ്ടാക്കുന്ന നല്ല പ്രവർത്തനങ്ങൾ നമ്മുടെ ജീവിതത്തിൽ മുഴുവനും ഉണ്ടാകണം. അങ്ങനെ ഉണ്ടാകുമ്പോഴേ നമ്മുടെ ഖൽബ് നന്നായി കിട്ടൂ, ഖൽബ് ശരിയായി കിട്ടൂ. മഹാന്മാരൊക്കെ അമലുകളിൽ വലിയ ശ്രദ്ധ പാലിച്ചത് അതുകൊണ്ടാണ്. നല്ല അമലുകൾ ചെയ്തിട്ട് ഒറ്റക്ക് കിടക്കുന്നൊരു ലോകം വരാനില്ലേ? ഞാൻ ആ അടയാളങ്ങൾ മുഴുവനും എണ്ണിയിട്ടില്ല, മുഴുവനും എണ്ണാൻ സമയം നമുക്ക് പരിമിതമാണ്. താഴെ ഒരു 3-4 കൂടി എണ്ണി പറയുന്നുണ്ട്. വല്ലദീനഹും ലിസ്സകാത്തി ഫായിലൂൻ വല്ലദീനഹും ലിഫുറൂജിഹിം ഹാഫിളൂൻ. അഞ്ചാമതായി പറഞ്ഞു, സ്വകാര്യ അവയവങ്ങളെ കാത്തു സൂക്ഷിക്കുന്നവരാണ്. ഇല്ലാ അലാ അസ്വാജിഹിം ഔ മാ മലക്കത്ത് ഐമാനുഹും. സ്വന്തം ഇണകളിലേക്ക് ഒഴികെ, സ്വന്തം ഇണകളിലേക്ക് സ്വകാര്യ അവയവങ്ങൾ സുഖിക്കാനും ഹലാലായ രൂപത്തിലും വിട്ടുകൊടുക്കുന്നതിന് മതം വിലക്കിയിട്ടില്ല. ഔ മാ മലക്കത്ത് ഐമാനുഹും, അടിമ സ്ത്രീകൾ ഉണ്ടായിരുന്ന കാലഘട്ടത്തിൽ അവർക്കും ഒഴികെ. ഫഇന്നഹും ഗൈറു മലൂമീൻ. സ്വന്തം ഇണകളോടും അടിമകളോടും നല്ല സുഖത്തിൽ സ്വകാര്യ അവയവങ്ങളുമായി ഏർപ്പെടുന്നവര് അവരാക്ഷേപിക്കപ്പെട്ടവരല്ല. ഫമനിബ്തഗാ വറാഅ ദാലിക ഫഉലൈക ഹുമുൽ ആദൂൻ. സ്വന്തം ഇണയുണ്ടായിട്ടും അതിന്റെ അപ്പുറം തേടുന്നവര്, അത് പോരാ, അല്ലാഹ് ഹലാലാക്കി തന്ന സുഖം മതിയാകാതെ പിന്നെയും ഹറാമായ മേഖലകളിലേക്ക് കടക്കുന്നവര് ഫഉലൈക ഹുമുൽ ആദൂൻ. അവരക്രമം പ്രവർത്തിക്കുന്നവരാണ്, അക്രമികളാണ്. അവര് ചെയ്യുന്നത് അക്രമമാണ്. സ്വന്തം ഇണയോടൊപ്പം ഹലാലായ നിലക്കുള്ള സുഖങ്ങളിൽ ഏർപ്പെടുക, അതിന് പടച്ച റബ്ബ് വലിയ പ്രതിഫലം തരും. സന്തോഷത്തിനല്ലേ അല്ലാഹു അങ്ങനെ ഹലാലാക്കി തന്നത്. അതിന്റെ അപ്പുറമുള്ള ഒരു വശവും തേടാതിരിക്കുക. പുരുഷന്മാര് പുരുഷന്മാരെയും സ്ത്രീകൾ സ്ത്രീകളെയും സുഖത്തിന് ഉപയോഗിക്കുന്ന ഒരു കാലം വരുന്നത് വരെ ഖിയാമത്ത് നാൾ നടക്കുകയില്ലെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞതല്ലേ ഇന്ന് ലോകത്ത് വെളിവാകുന്നത്. പുരുഷൻ പുരുഷനെയും സ്ത്രീ സ്ത്രീയെയും വിവാഹം ചെയ്യാനുള്ള ഒരു വലിയ ലിസ്റ്റാണ് ഇപ്പൊ കോടതിക്ക് മുമ്പിലുള്ളത്. സ്വവർഗ വിവാഹം ഒന്ന് അനുവദിച്ച് കിട്ടണം. അതിനാണ് ഇപ്പൊ കാര്യമായിട്ട് മുറവിളി കൂട്ടുന്നത്. ആണ് ആണിനെയും പെണ്ണ് പെണ്ണിനെയും വിവാഹം ചെയ്ത് സ്വൈര്യമായിട്ട് ജീവിക്കണം. അങ്ങനെ ഒരു ഫ്രീഡം വേണം. അതൊക്കെ ഈ പറഞ്ഞു ഫൗലായിക ഹുമുൽ ആദൂൻ വല്ലദീന ഹും ലിഅമാനാതിഹിം വഅഹദിഹിം റാഊൻ. ഉത്തരവാദിത്തങ്ങളെയും അവനവൻ മറ്റുള്ളവരോട് ഏൽപ്പിച്ചിരിക്കുന്ന വാഗ്ദാനങ്ങളെയും കൃത്യമായി പരിപാലിച്ച് പരിഗണിച്ച് സൂക്ഷിച്ച് ജീവിക്കുന്നവർ. വല്ലദീനഹും അലാ സ്വലവാത്തിഹിം യുഹാഫിളൂൻ. കൃത്യമായി പതിവായി നിസ്കരിക്കുന്നവർ. ഒരൊറ്റ നിസ്കാരവും ഖളാ ആക്കരുത്, ഒരു സുന്നത്ത് നിസ്കാരവും ഒഴിവാക്കരുത്. റബ്ബ് നമ്മെ സഹായിക്കുമാറാകട്ടെ. നിസ്കാരത്തെ പറ്റി 2 പ്രാവശ്യമാണ് പറഞ്ഞത്. അതതിന്റെ വിഷയത്തിന്റെ ഗൗരവം അറിയിക്കുന്നുണ്ട്. തുടക്കത്തിലും പറഞ്ഞു വല്ലദീനഹും ഫീ സ്വലാത്തിഹിം ഖാശിഊൻ, ഒടുക്കത്തിലും പറഞ്ഞു വല്ലദീനഹും അലാ സ്വലവാത്തിഹിം യുഹാഫിളൂൻ. ഇത് പതിവാക്കുന്നതിനെ പറ്റിയാ. എപ്പോഴെങ്കിലും നിസ്കരിക്കാന്നല്ല, എപ്പോഴും നിസ്കരിക്കും. ഒന്നും ഖളാ ആക്കൂല, ഒന്നും നഷ്ടപ്പെടുത്തൂല. ഉമ്മമാര് സഹോദരിമാര് പ്രത്യേകം ശ്രദ്ധിക്കണം. ജോലി എടുക്കുന്നതിനൊക്കെ പടച്ച റബ്ബ് വലിയ കൂലി തരും. വീട് വൃത്തിയാക്കുന്നതിന്, കുട്ടികളെ സംരക്ഷിക്കുന്നതിന്, വീട്ടിൽ വേല ചെയ്യുന്നതിന് വലിയ പ്രതിഫലം അല്ലാഹു തആല തരും. നമുക്ക് കണക്കാക്കാൻ അത് പറ്റില്ല. പക്ഷെ അതിന്റെ പേരും പറഞ്ഞു നിസ്കാരം നമുക്ക് നഷ്ടപ്പെട്ടു പോകരുത്. നിസ്കാരം സമയത്തുനിന്ന് പിന്തി പോകരുത്. എന്നും ഒരു ളുഹ്ർ നഷ്ടപ്പെടുക എന്ന് പറഞ്ഞാൽ പിന്നെ അന്നത്തെ ആ പണിയൊന്നും പിന്നെ നേരെ ചൊവ്വയായി കിട്ടൂല. അതിനൊന്നും വലിയ പ്രതിഫലം പിന്നെ പ്രതീക്ഷിച്ചാൽ വലിയ നഷ്ടമാണ്. നിസ്കാരം നഷ്ടപ്പെടുത്തരുത്. നിസ്കാരം പതിവായി നിസ്കരിക്കണം. ഏത് കച്ചവടക്കാരാണെങ്കിലും, ഏത് തൊഴിലെടുക്കുന്ന ആളാണെങ്കിലും, ഏത് പഠനം പഠിക്കുന്ന ആളാണെങ്കിലും നിസ്കാരം പതിവായി നിർവഹിക്കണം.
ഈ സ്വഭാവങ്ങളൊക്കെയുള്ള ആളുകൾ ഉലൈക ഹുമുൽ വാരിസൂൻ അല്ലദീന യരിസൂനൽ ഫിർദൗസ്, ഫിർദൗസ് എന്ന സ്വർഗ്ഗത്തെ അനന്തരമെടുക്കുന്ന അനന്തരാവകാശികളാണ്. വലിയ സ്വർഗമല്ലേ ഫിർദൗസ് എന്ന സ്വർഗം. അള്ളാഹു ഭാഗ്യം നൽകുമാറാകട്ടെ. നല്ല അമല് ചെയ്ത് ജീവിക്കാൻ അള്ളാഹു തആല തൗഫീഖ് നൽകുമാറാകട്ടെ. അമലിന്റെ വിഷയത്തിൽ നല്ലോണം ശ്രദ്ധിക്കണം. ഒരൊറ്റ സംഭവം ബർക്കത്തിന് പറഞ്ഞ് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കട്ടെ. ഏറ്റവും വലിയ ശ്രേഷ്ഠതയുള്ള മഹദിയാണ്, മഹദിമാരെ കൂട്ടത്തിൽ വലിയ മഹത്വമുള്ള മഹദിയാണ് ബഹുമാനപ്പെട്ട സയ്യിദത്തുന ഫാത്തിമത്തു സുഹ്റ റളിയല്ലാഹു അൻഹാ. ചുരുങ്ങിയ ആയുസ്സാണ് ജീവിച്ചതെങ്കിലും വളരെ സൂക്ഷ്മതയോടെ ജീവിച്ച മഹദി, വലിയ ഹയാഓടെ ഈമാനോടെ ജീവിച്ച മഹദി, ഒരന്യപുരുഷനെയും കാണാത്ത വിധത്തിൽ ജീവിതം സൂക്ഷിച്ച മഹദി. ഞാൻ പകല് മരിച്ചാലും രാത്രി മരിച്ചാലും രാത്രിയെ എന്നെ മറമാടാവൂ എന്ന് വസിയ്യത്ത് ചെയ്ത ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹാ. മഹദി അങ്ങ് വഫാത്തായപ്പോ വിശുദ്ധ റമദാനിലല്ലേ വഫാത്ത്, പകല് സമയത്താണ് വഫാത്ത് നടന്നത്. പക്ഷേ സ്വഹാബത്ത് വിളിച്ചു പറഞ്ഞു, ആരും ഇവിടെ കൂട്ടം കൂടി നിൽക്കേണ്ടതില്ല, എല്ലാവരും വീട്ടിലേക്ക് പോയിക്കോളൂ. നോമ്പ് തുറന്ന് മഗ്രിബിന് ശേഷമേ ജനാസ എടുക്കൂ. രാത്രി മറവ് ചെയ്യാനാണ് നിർദ്ദേശമുള്ളത്. പകലാണ് വഫാത്തായത്, സമയമില്ലാത്തത് കൊണ്ടല്ല. നിങ്ങളൊക്കെ പൊയ്ക്കോളൂ, മഗ്രിബിന് ശേഷം വരൂ. മഗ്രിബിന് ശേഷം അതാ സ്വഹാബിമാര് താബിഉകൾ വിവിധ പ്രദേശങ്ങളിലുള്ള ആളുകളൊക്കെ തടിച്ചുകൂടി ഫാത്തിമ റളിയല്ലാഹു അൻഹയുടെ ജനാസ ചുമന്നുകൊണ്ടുപോയി. 4 ആളുകളല്ലേ ജനാസ ചുമന്നത്. ഒന്ന് ബഹുമാനപ്പെട്ട അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു, പിന്നെ 2 ഭാഗത്ത് നിൽക്കുന്നത് ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹുമാ, 4ാമത്തെ ഭാഗത്ത് നിൽക്കുന്നത് അബൂദറുൽ ഗിഫാരി റളിയല്ലാഹു അൻഹും അജ്മഈൻ. 4 മഹാന്മാരും കൂടി ജനാസ ചുമന്നുകൊണ്ടുപോയിട്ട് നേരെ ഖബറിന്റെ സമീപം വെച്ച് നിസ്കാരം കഴിഞ്ഞ് ഖബറിന്റെ ഓരത്ത് വെച്ചിട്ട് അബൂദറുൽ ഗിഫാരി റളിയല്ലാഹു അൻഹു അവിടുന്ന് പറഞ്ഞില്ലേ ഖബറിനോട്, ഖബറേ അതദ്രീ മനില്ലതീ ജിനാ ബിഹാ ഇലൈക്, നിന്റെ ഉള്ളിലേക്ക് വെക്കാൻ ഞങ്ങൾ കൊണ്ടുവന്നിരിക്കുന്നത് ആരെയാണെന്നറിയാമോ? ഹിയ ഫാത്തിമത്തു സുഹ്റാ, ഫാത്തിമ റളിയല്ലാഹു അൻഹയാണ്. ബിന്തു റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂലിന്റെ പുത്രിയാണ്. വസൗജത്തു അലിയിൽ മുർത്തള, അലി റളിയല്ലാഹു അൻഹുവിന്റെ സഹധർമ്മിണിയാണ്. ഉമ്മുൽ ഹസനി വൽ ഹുസൈൻ, ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹുമയുടെ മാതാവാണ്. അതുകൊണ്ട് ഖബറേ ഒന്ന് പരിഗണിക്കണമെന്ന് പറഞ്ഞപ്പോ അബൂദറുൽ ഗിഫാരി റളിയല്ലാഹു അൻഹു വിളിച്ചു പറഞ്ഞതിന് ഖബറിന്റെ ഉള്ളിൽ നിന്ന് കിട്ടുന്ന മറുപടി മാ അന മൗദിഉ ഹസബിൻ വനസബിൻ, അറിയാമോ ഇത് കുടുംബത്തിന്റെയും തറവാടിന്റെയും സ്ഥലമല്ല. വഇന്നമാ അന മൗദിഉൽ അമലിസ് സാലിഹി, സുഹൃതമുണ്ടോ സൽക്കർമ്മങ്ങളുണ്ടോ ഇവിടെ വരുന്നവർക്ക് സന്തോഷമാണ്. ഫലാ യൻജൂ മിന്നി ഇല്ലാ മൻ കസുറ ഖൈറുഹു വസലിമ ഖൽബുഹു വഖലുസ അമലുഹു. നല്ല ഖൽബോടെ നല്ല ഇഖ്ലാസോടെ കൂടുതൽ അമൽ ചെയ്തവർക്കല്ലാതെ രക്ഷപ്പെടാനൊക്കില്ല. നല്ല അമലുള്ള ആളുകൾ മാത്രം വരിക, അവർക്ക് ഇവിടെ രക്ഷ കിട്ടുകയുള്ളൂ എന്ന് ഖബറിൽ നിന്നൊരു വിളിയാളം ഉറക്കെ വന്നുപോയി. അതുകൊണ്ട് സഹോദരങ്ങളെ, നല്ല അമലാകുന്ന നിസ്കാരവും നന്നായി നിർവഹിച്ച് പുണ്യകർമ്മങ്ങൾ നമ്മളെ കൊണ്ടാവുന്നതെല്ലാം ഈ ചുരുങ്ങിയ ജീവിതത്തിൽ ചെയ്ത് അല്ലാഹുവിലേക്ക് നല്ല നിലക്ക് യാത്രയാകണം. റബ്ബ് തആല നമ്മെ അതിന് അനുഗ്രഹിക്കുമാറാകട്ടെ.